കേരള സെൻറ്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷം, ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ കേരള സെൻറ്ററിനൊപ്പം സർഗവേദിയും കേരള സെൻറ്ററിൻ്റെ ഭാഗമായി ഇവിടെയുണ്ട്. മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർ, മലയാള ഭാഷയുടെ പുരോഗതിക്ക് അമേരിക്കയിലെത്തിയ മലയാളികൾക്കൊരു കൈത്താങ്ങായി എന്നും സർഗവേദി നിന്നിട്ടുണ്ട്. സർഗവേദി പ്രവർത്തകരിൽ പുസ്തകരചനയും പുസ്തക പ്രകാശനവും സർഗവേദി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ്. പലരുടെയും പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒരു സുവർണ അവസരം ലഭിച്ചിരിക്കുകയാണ്. സർഗവേദിയുടെ തന്നെ അംഗവും നമ്മുടെ അനുഗ്രഹീത എഴുത്തുകാരനുമായ ബാബു പാറക്കലിൻ്റെ 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒന്ന് ഒരു ചെറുകഥാ സമാഹാരം റെയിൽ പാളങ്ങൾ, 2 അദ്ദേഹം റഷ്യയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിവരണങ്ങൾ, മഞ്ഞിൽ വിരിഞ്ഞ റഷ്യ. ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മൈക്ക് MC സന്തോഷിന്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് സർഗവേദിയുടെ സാധാരണ യോഗങ്ങൾ ഇന്നുപരിയായി ഇന്ന് സർഗവേദിയുടെ തന്നെ അംഗമായ പ്രധാന അംഗങ്ങളിൽ ഒരാളായ ശ്രീ ബാബു പാറക്കലിൻ്റെ 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഈ മനോഹര സന്ധ്യയിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതുപോലെ സർഗവേദിയുടെ അംഗങ്ങളും മറ്റ് സാഹിത്യ ആസ്വാദകരായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക. എൻ്റെ പ്രധാനപ്പെട്ട ജോലി ഈ ചടങ്ങ്, പുസ്തക പ്രകാശന ചടങ്ങ് കൃത്യസമയത്ത് തീർക്കുക എന്നുള്ളതാണ്. എല്ലാവരും ആശംസാ പ്രസംഗങ്ങളും മറ്റു പ്രസംഗങ്ങളുമൊക്കെ ഏതാണ്ട് 5 മിനിറ്റ് 10 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് ഈ ചടങ്ങ് മനോഹരമായി അവസാനിപ്പിക്കാം. ഇന്ന് ഈ ചടങ്ങിലേക്ക് മുഖ്യ അതിഥിയായി നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ ജയമാത്യു സാറാണ്. ജയമാത്യു സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം അവിഭക്ത ഫൊക്കാനയുടെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ 30 വർഷത്തിലേറെ സാഹിത്യ മാസിക നടത്തുന്ന അതിൻ്റെ ചീഫ് എഡിറ്ററാണ്. ജനനി മാസികയുടെ ചീഫ് എഡിറ്ററാണ്. ഇവിടുത്തെ സാഹിത്യ പരിപാടികളുടെ എല്ലാം മുഖ്യ സംഘാടകരാണ്. ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ മാത്യു സാറിനെ ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായി ക്ഷണിക്കുന്നു. നമുക്ക് അധ്യക്ഷനായി ലഭിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതനായ വ്യക്തി. അദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എഴുത്തുകാരൻ, ഒരു പത്രപ്രവർത്തകൻ, അതുപോലെ കാർട്ടൂണിസ്റ്റ്, അങ്ങനെ നിരവധി അദ്ദേഹത്തിൻ്റെ പല കുപ്പായങ്ങൾ ഇണങ്ങും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഏവർക്കും സുപരിചിതരായ പ്രിയപ്പെട്ട കോരസ് വർഗീസിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ബാബുചേട്ടൻ്റെ നേതൃത്വത്തിൽ തന്നെയാണെങ്കിലും സർഗവേദിയുടെ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ വർഷങ്ങളായി ഈ പരിപാടി ഓരോ ആഴ്ചകളിലും ഓരോ മാസത്തിലും നടക്കുന്ന പരിപാടികൾക്കൊക്കെ പലപ്പോഴും ഈ കേരള സെൻറ്ററിലുള്ള ആൾക്കാരും അതുപോലെ സർഗവേദിയുടെ പല അംഗങ്ങളുമാണ് മുൻകൈയെടുക്കുന്നത്. ഇപ്പോൾ സർഗവേദിയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീ PT പൗലോസിയേട്ടനാണ്. അദ്ദേഹം ദീർഘകാലം കൽക്കട്ടയിൽ തൻ്റെ സാഹിത്യ സഫേരിയ നടത്തിയ ഒരാളാണ്.
അദ്ദേഹം ഒരു നാടക അഭിനേതാവും നാടക എഴുത്തുകാരനും ചെറുകഥാകൃത്തും ഒക്കെയാണ്. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. എന്നെന്നും എൻ്റെ പുണ്യനാമങ്ങൾ പാടുവാൻ നാദം നൽകണം. മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ഇരുളിൽ ദീപമായി തെളിയണം, എന്നും തുണയായി നീ കൂടെ പോരേണം. ശീലങ്ങൾ നല്ലതാവേണം, മുള്ളുകൾ മാറ്റി പൂവിരിക്കണം, എന്നും നിൻ വഴി നൽകണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾ കരുളേണം. നിന്റെ സ്നേഹത്തിൽ മുങ്ങി നീരാടാൻ സൗഭാഗ്യം എന്നും നൽകണം. ദൈവമേ നിന്റെ ദിവ്യനാമങ്ങൾ നിത്യവും ഞങ്ങൾ കരുളേണം. സമയ പരിമിതി മൂലം എൻ്റെ ഈ കടമയിലേക്ക് നേരിട്ട് തന്നെ ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ശ്രീ ജെ മാത്യൂസ്. നമ്മളൊക്കെ മാത്യു സാറ്, ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മുടെ മാത്യു സാർ, പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന് ആവശ്യമില്ല. സർഗവേദിയുടെ ആത്മബന്ധുവാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളാണ്. ജനനി മാസികയുടെ ചീഫ് എഡിറ്ററാണ്. മാത്യു സാറിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അധ്യക്ഷനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ കോരസൻ വർഗീസ്. ഈ അമേരിക്കയിലെ മിക്ക സാമൂഹിക സംഘടനകളിലെയും പ്രസംഗവേദികളിൽ അദ്ദേഹമുണ്ട്. വാൾക്കണ്ണാടി എന്ന പരമ്പരയിലൂടെ നമുക്ക് അദ്ദേഹം പരിചിതനാണ്. പുസ്തക രചയിതാവാണ്, മാധ്യമ പ്രവർത്തകരാണ്. വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. അധ്യക്ഷനായി ഇന്ന് സന്നിഹിതനായിരിക്കുന്ന ശ്രീ കോരസ് വർഗീസിനെ എല്ലാ സ്നേഹാദരങ്ങളോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി സ്വാഗതം പറയാൻ ഉള്ളത് നമ്മുടെ അനുഗ്രഹീത എഴുത്തുകാരൻ ശ്രീ ബാബു പാറയ്ക്കൽ. ശ്രീ ബാബു പാറയ്ക്കൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊച്ചു കൊച്ചു കഥകളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരു കഥാകൃത്ത്. അദ്ദേഹം സർഗവേദിയുടെ സജീവ പ്രവർത്തകനാണ്, ഒരു നോവലിസ്റ്റാണ്. നിറങ്ങളിൽ ജീവിക്കുന്നവർ എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. മനസ്സിൽ സൂക്ഷിച്ച കഥകൾ എന്ന കഥാസമാഹാരം
അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. ശ്രീ ബാബു തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച ഒരു ടെലിഫിലിം പലരും കണ്ടു കാണും, ഇൻസെറ്റ്. പിന്നെ നടപ്പാതയിൽ ഈ മലയാളിയുടെ നടപ്പാതയിൽ എന്ന കോളം എഴുതുന്നതും ശ്രീ ബാബുവാണ്. ന്യൂയോർക്ക് മെട്രോയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ബാബു പാറയ്ക്കൽ എന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഈ സദസ്സിലേക്ക് മുഴുവൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തു. സ്വാഗതം ചെയ്യേണ്ടവർ ഒരുപാടുണ്ട്. എല്ലാവരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിൽ നിന്നും ഈ കേരള സെൻറ്ററിൻ്റെ ഫൗണ്ടർ മെമ്പറായ EM സ്റ്റീഫൻ, കേരള സെൻറ്ററിൻ്റെ പ്രസിഡന്റ് അലക്സസ് തപ്പാൻ, അങ്ങനെ പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാബുവിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും, എല്ലാ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ PT പൗലോസ്. നമുക്ക് ഈ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പുസ്തകങ്ങളാണ് ഇന്ന് ശ്രീ ബാബു പാറയ്ക്കലിൻ്റെ ആയിട്ട് പ്രകാശനം ചെയ്യുന്നത്. ആദ്യത്തെ പുസ്തകം മഞ്ഞിൽ വിരിഞ്ഞ റഷ്യ എന്ന ഒരു യാത്രാ വിവരണമാണ്. രണ്ടാമതുള്ള പുസ്തകം ഒരു കഥാസമാഹാരമാണ്, റെയിൽ ചക്രങ്ങൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആദ്യ പുസ്തകം മാത്യു സാറ് ബഹുമാനപ്പെട്ട ജോർജ് സാമുവൽ നോവലിസ്റ്റായിരുന്നു, ആദ്യകാല എഴുത്തുകാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അത് റിലീസ് ചെയ്യും. രണ്ടാമത്തെ പുസ്തകം കോരസൻ വർഗീസ് ക്രിസ്തോപ്പിലിന് കൊടുത്തുകൊണ്ട് പ്രകാശനം ചെയ്യും. അപ്പോൾ നമ്മൾ ആ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്ത ശേഷമാണ് ബാക്കിയുള്ള പ്രസംഗങ്ങളിലേക്ക് കടക്കുന്നത്. നന്ദി ശ്രീ J. മാത്യൂസ്, ശ്രീ ജോസ് സാമുവൽ. അടുത്ത പുസ്തകം ചെറുകഥാ സമാഹാരമാണ്, റെയിൽ ചക്രങ്ങൾ. ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായി ശ്രീ കോരസൻ വർഗീസിനെയും ക്രിസ്റ്റോഫലിനെയും ക്ഷണിക്കുന്നു. എന്നാൽ അതിനായി കൃത്യമായി സമയം ചെലവഴിക്കുകയും കുറച്ചെങ്കിലും സമയം ചെലവഴിക്കുകയും അതുപോലെ തൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയായി എഴുത്തിനെ മാറ്റുകയും ചെയ്യുന്ന നിരവധി പേരുണ്ട്. കൂട്ടത്തിലൊരാളാണ് ശ്രീ ബാബു പാറയ്ക്കൽ. അദ്ദേഹത്തിൻ്റെ കൃതികൾ പലപ്പോഴും ന്യൂയോർക്കിലുള്ള അതുപോലെ അമേരിക്കയിലുള്ള ലിറ്റററി അസോസിയേഷൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഞാൻ J. മാത്യു സാറിനെ മുഖ്യ പ്രഭാഷണം നടത്താനായി ക്ഷണിക്കുകയാണ്. ശ്രീ കോരസൻ വർഗീസിനെ അധ്യക്ഷ പ്രസംഗം. എല്ലാവർക്കും നമസ്കാരം. മുഖ്യ അതിഥിയായ J. മാത്യു സാർ, സർഗവേദിയുടെ അധ്യക്ഷനായ ശ്രീ PT പൗലോസ്, ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങളുടെ കർത്താവായ ശ്രീ ബാബു പാറയ്ക്കൽ,
ഇന്ന് ഈ നിമിഷങ്ങളെ ധന്യമാക്കുന്ന നിങ്ങളെല്ലാവരും, എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ശ്രീ അക്കിത്തം എഴുതിയ കവിതയുടെ ഒരു വാക്ക്, ഒരു സെന്റൻസ് എപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ഒരു കവിതാ ശകലമുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വെളിച്ചം, പുസ്തകങ്ങൾ ലോകത്തിന് നൽകുന്നത് പ്രകാശമാണ്. ഓരോ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ ആകാശത്ത് പുതിയ നക്ഷത്രങ്ങൾ ഉണരുകയും, അങ്ങനെയാണ് ഇത്രയധികം നക്ഷത്രങ്ങൾ ആകാശത്തിൽ കൂടിക്കൂടി വന്നത്. ഭൂമിയിലെ മനുഷ്യർക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ധന്യമായ ഒരു കാര്യമാണ് ഒരു പുസ്തകം രചിക്കുക. ഒരു പുസ്തകം രചിക്കുന്നതിന് പുറകിലുള്ള അധ്വാനം, അതിൻ്റെ പുറകിലുള്ള ചിന്തകൾ, അതിന് കൊടുക്കുന്ന ഊർജം, ഈ ഊർജമൊക്കെയാണ് നക്ഷത്രങ്ങളായിട്ട് പ്രതിഫലിക്കുന്നത്. ഇന്ന് ഇവിടെ 2 നക്ഷത്രങ്ങൾ ഉദയം ചെയ്യപ്പെട്ടു. ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ശ്രീ വർഗീസ് ബാബു പാലക്കൽ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പേര് തെറ്റുമ്പോൾ. ബാബുവായിട്ട് ഒരു ദിവസം ഒരിക്കൽ പോലും സംസാരിക്കാതിരിക്കാൻ ദിവസങ്ങളിൽ സാധിക്കാറില്ല. എല്ലാ ദിവസവും ഞങ്ങൾ നിരന്തരം എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ബാബു നല്ല ഒരു എഴുത്തുകാരനാണെന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഒരു നല്ല സഹൃദയനാണ്. ഐ തിങ്ക് ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ റഷ്യൻ യാത്രാ വിവരണം നടത്തുമ്പോൾ തന്നെ ഒരു പുസ്തകത്തിൻ്റെ മൂഡ് എല്ലാ ദിവസവുമുള്ള സംഭാഷണങ്ങളിൽ തെളിഞ്ഞു വന്നിരുന്നു. കാരണം അദ്ദേഹം അവിടെ പോയി ചുമ്മാ കാഴ്ചക്കാരനായിട്ട് ഒരു ഗ്രൂപ്പിൽ പോയിട്ട് കണ്ടു പോകുന്ന ഒരാളായിരുന്നില്ല. മനസ്സിൽ പതിപ്പിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാനായിട്ടുള്ളത്. ഇന്നും നമ്മുടെ പ്രൈമറി സ്കൂളിലെ എന്തെങ്കിലുമൊക്കെ ക്ഷോഭമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അധ്യാപകർ കുട്ടികളിൽ നിന്നൊക്കെയുള്ള സമീപനങ്ങളൊക്കെ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോലെ. ഇതെല്ലാം ഇമേജുകൾ. അതുപോലെ ഇമേജുകൾ സൃഷ്ടിക്കുകയാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സംഭാവന. ബാബു പാലക്കലിൻ്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത് ഈ റഷ്യൻ യാത്രാ വിവരണം വളരെ സചിത്രമായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്. കാരണം അതിന് കൂടുതൽ അധ്വാനം മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ പരിമിതികളും ഉണ്ട്. കാരണം ഇത്ര കളർഫുൾ പേജസ് ആഡ് ചെയ്തിട്ടൊരു പുസ്തകം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്തും ധനവും ഒക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ആ ഒരു കുഴപ്പം നമ്മുടെ മലയാളികൾ ഇവിടെ എഴുതിയിട്ടുള്ള യാത്രാ വിവരണങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും പുസ്തകങ്ങളിൽ ഇത്രയും ചരിത്രമായ കളർഫുള്ളായിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു വലിയ സംഭവമായി, ഒരു വലിയ താരമായിട്ട്, വലിയൊരു സ്റ്റാറായിട്ട് ഈ പുസ്തകം നമ്മുടെ ആസ്വാദകരുടെ മുമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനെപ്പറ്റിയുള്ള റിവ്യൂസൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം റെയിൽ ചക്രങ്ങൾ, അത് പലപ്പോഴും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പൊളിച്ചെടുത്തിട്ട് അത് കഥകളായിട്ട് രൂപപ്പെടുകയാണ് സാധാരണ ബാബുവിൻ്റെ ഓരോ കഥകൾ വായിക്കുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം അനുഭവങ്ങൾ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കഥകളായിട്ട് രൂപപ്പെടുമ്പോൾ അവിടെ ഒരു മേഘം രൂപപ്പെടുകയും ആ മേഘം ഘനീഭവിച്ച് മഴത്തുള്ളികളായിട്ട് നമ്മുടെ കണ്ണുകളിൽ കൂടിയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടിയൊക്കെ പുറത്തു വരുന്ന ഒരു അനുഭവമാണ് ബാബുവിൻ്റെ കഥകളിൽ പൊതുവിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം അനുഭവങ്ങളാണ്, ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, നേരിൽ മുമ്പിൽ കണ്ട അനുഭവങ്ങളെ ദൃശ്യമാക്കി, അനുഭവമാക്കി, വാക്കുകളാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അത്ര ഒരു ചാരുതയോടെ മനോഹരമായി അദ്ദേഹം ഈ കഥകൾ പറഞ്ഞിരിക്കുകയാണ്. എഴുത്തൊരു വലിയ തപസ്യയാണ്. യാത്രകളിലും നിരീക്ഷണങ്ങളിലൂടെയും ലഭിക്കുന്ന അറിവുകളെ വായനക്കാർക്ക്
കൃത്യമായ രീതിയിൽ പകർന്നു നൽകാൻ എൻ്റെ സുഹൃത്ത് ബാബു പാറക്കലിന് സാധിച്ചിട്ടുണ്ട്. ഈ 2 പുസ്തകങ്ങളും മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയ സുഹൃത്ത് ബാബുവിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്വന്തം വീട്ടിൽ നിൽക്കുന്ന അനുഭൂതി ഉണ്ടാകാറുണ്ട്. കേരള സെൻറ്റർ ഇതിൻ്റെ സ്ഥാപകൻ ശ്രീമാൻ EM സ്റ്റീഫൻ ഇന്നിത് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന അലക്സ് എസ്തഫാൻ, അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന രാജു തോമസ്, ഇവരെ പൂർണ്ണ ഹൃദയത്തോടെ അഭിനന്ദിക്കട്ടെ. ഈ സ്ഥാപനത്തിൽ സർഗവേദി പ്രവർത്തിക്കുന്നതിന് സമയമോ പണമോ ഒരു പരിധി വയ്ക്കാതെ അനുവദിക്കുന്ന കേരള സെൻറ്റർ അമേരിക്കയിലെ സാഹിത്യകാരന്മാർക്ക് കടപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ വെച്ച് 2 പുസ്തകങ്ങൾ ഇന്ന് പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഒരു നേര് പറയട്ടെ, സാഹിത്യം എന്ന് പറഞ്ഞാൽ പണ്ടൊരിക്കൽ സി രാധാകൃഷ്ണൻ പറഞ്ഞു, നുണയാണ്, മുഴുവൻ നുണയാണ്, കഥ നുണയാണ്, കവിത നുണയാണ്, സാഹിത്യം നുണയാണ്. ഞാനിവിടെ മുഖ്യ പ്രഭാഷകനായി വന്നു നിൽക്കുന്നതും ഒരു നുണയാണ്. കാരണം നിങ്ങൾ ഫ്ലയറിൽ കണ്ടു, നോട്ടീസിൽ കണ്ടു, 18-ാം തീയതി നടന്നിരുന്നത് 22-ാം തീയതിയിലേക്ക് മാറ്റിയപ്പോൾ അതിലും കണ്ടു മുഖ്യ പ്രഭാഷകൻ കുര്യൻ പാമ്പാടിയാണ്. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വരാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെ മുഖ്യ പ്രഭാഷകനാക്കി. ആ പേര് പറയാതെ സുന്ദരമായൊരു നുണ ഇവിടുത്തെ സാഹിത്യകാരന്മാർ ഒരുക്കി കൂട്ടിയെടുത്തത് നന്ദി. ബാബു പാറക്കലിൻ്റെ കഥകൾ നിങ്ങൾ വായിക്കണം. അദ്ദേഹത്തിൻ്റെ നോവൽ നിറങ്ങളിൽ ജീവിക്കുന്നവർ മുഴുവൻ വായിച്ച് ഒരഭിപ്രായം പറഞ്ഞതാണ് ഞാൻ വിചാരവേദിയിൽ വെച്ച്. അതിലെ ഓരോ സംഭവങ്ങളും ദുരന്തങ്ങൾ എപ്പോഴും നന്മയിലേക്ക് നയിച്ച് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു നിറങ്ങളിൽ ജീവിക്കുന്നവർ. അപ്പം ഞാൻ ബാബുവിനോട് ചോദിച്ചു, ഈ സ്വർഗത്തിലേക്കുള്ള വഴി ബാബു വെട്ടിയിരിക്കുന്നത് ഏതാണ്ട് 4 വരി പാത പോലെയാണല്ലോ എന്ന്. ബാബു ഉടനെ പറഞ്ഞു, ഏതായാലും വഴി വെട്ടുകയാണ്, എങ്കിൽ പിന്നെ 4 വരി ആകട്ടെ എന്ന് കണ്ടു എന്ന്. ആ രീതിയിൽ തമാശ പറയാനും ബാബുവിന് കഴിയും. ഇതിൽ ഓരോ കഥയും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവപ്പെട്ടതാണല്ലോ എന്ന് തോന്നുന്നതാണ് ഈ കഥകളുടെ പ്രത്യേകത. എൻ്റെത് അല്ലെങ്കിൽ നിങ്ങളുടേത്, അല്ല നമുക്കടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ അനുഭവമാണ് ഈ കഥ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതാണ് ഈ കഥയുടെ ജീവന്. ഇതിൽ കുറ്റബോധം എന്നൊരു കഥയുണ്ട്, കേട്ടാൽ ചിരി തോന്നും. കുട്ടിക്ക് 4 മാസമേ പ്രായമായുള്ളൂ. 4 മാസം പ്രായം. ഭാര്യ ഗർഭിണിയായി. ഭർത്താവിന് ആകെപ്പാടെ നാണക്കേട്. നാണക്കേട് എന്താണെന്നറിയാവോ? നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ്. സ്വന്തം ഭാര്യ ഗർഭിണിയാണ്, നാട്ടുകാർ പറയുന്ന ഇയാൾക്കെതിരെ നാണക്കേട്. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു സ്വഭാവം. ഇത് വളരെ തന്മയത്വത്തോടെ ബാബു കഥയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? നാട്ടുകാരത് പറയും, ഓ കൊച്ചിന് 4 മാസമേ പ്രായമായുള്ളൂ, എന്നിട്ട് വേണ്ട വരുന്നു 2ാമത്തത്. ഈ നാട്ടുകാരുടെ ഈ ദുഷിച്ച അന്യൻ്റെ കിടപ്പ് മുറിയിലേക്കുള്ള നോട്ടം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നാണ് ആ കഥയുടെ വ്യംഗ്യം. വാസ്തവത്തിൽ ഇങ്ങനെ ഓരോ കഥകളും വായിച്ചു പോകുമ്പോൾ അതിൽ എന്നെ സ്പർശിക്കുന്ന, നിങ്ങളെ സ്പർശിക്കുന്ന, നമ്മളെ സ്പർശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതെപ്പോഴും വിരൽ ചൂണ്ടുന്നത് നന്മയിലേക്കാണ്. ഈ കഥകളിൽ റെയിൽ ചക്രങ്ങൾ നീങ്ങുന്നത് നന്മയിലേക്കാണ് എന്നെടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാബു പാറക്കൽ നന്മയുടെ കഥാകാരനാണ്, നന്മയുടെ കഥാകാരനാണ്.
ഇപ്പോൾ പല കഥകൾ വായിച്ചാൽ മാതൃഭൂമിയിലും ഭാഷാഭൂഷണിയിലൊക്കെ വരുന്ന പല കഥകളും വായിച്ചാൽ മനസ്സിലാക്കിയില്ല എന്താണ് ഈ കഥ എന്ന് അമ്പരന്ന് പോകും. അപ്പോൾ പിന്നെ ഞാനൊക്കെ പഴയ ആളായി വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുകളാണ് എന്നിങ്ങോട്ട് പിന്തിരിയും. പക്ഷെ ബാബു പാറക്കലിൻ്റെ കഥ വായിച്ചാൽ എന്താണ് കഥ എന്ന് ആരോടും ചോദിക്കേണ്ടതില്ല. കഥ നിങ്ങൾക്ക് മനസ്സിലാക്കും. വിഘോഷമൊന്നും അതിൽ കാണില്ല. നിങ്ങൾ നല്ല മലയാളത്തിൽ സുന്ദരമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥകളാണ് എല്ലാം തന്നെ. ഒരു കഥയെപ്പറ്റി മാത്രം ഞാൻ ചുരുക്കിയെന്ന് പറയാം. മരക്കൊമ്പിലെ ചുവന്ന പൂവ്. വീടിൻ്റെ മുകളിൽ ഒരു പക്ഷി കൂട് വെക്കുന്നു. എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു പക്ഷിയും കൂട് വെക്കണ്ട. പക്ഷി കൂട് വെച്ചാൽ പിന്നെ മുട്ടയിടും, കുഞ്ഞുങ്ങൾ വിരിയും, എല്ലാ പക്ഷികളും വരും. അവിടെ ആകെപ്പാടെ കാഷ്ടിച്ച് നാശമാക്കും. പാർക്ക് ചെയ്തിരിക്കുന്ന കാറാണെങ്കിൽ തന്നെ കഴുകാതെ ഉപയോഗിക്കാൻ വയ്യ. അയാൾ ഏണി വെച്ച് മുകളിൽ കയറി റൂഫിൽ നിന്ന് പക്ഷിയുടെ കൂട് തട്ടി വലിച്ച് ദൂരെ കളഞ്ഞു. അപ്പോഴൊരു മരക്കൊമ്പിൽ ഒരു പക്ഷി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും ഉണ്ടാ കൂട് അവിടെ തന്നെ. പക്ഷി വീണ്ടും വെച്ചിരിക്കുന്നു. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാണ്? വീണ്ടും ഏണി വെച്ച് കയറി ദൂരത്തിലേക്ക് ആ കൂട് വലിച്ചെറിഞ്ഞു. ഇനി അവൻ വരികയില്ല, അവൾ വരികയില്ല എന്നുള്ള ധൈര്യത്തിൽ വീട്ടിൽ പോയിരുന്നു. ഒരു മനോഹരമായ കൂട് ആ പക്ഷി തീർത്തിരിക്കുന്നു. ചുള്ളിക്കമ്പുകളും ഇലകളും ഒക്കെ വെച്ച് നെയ്തെടുത്ത് കളിമണ്ണ് കൊണ്ട് മെനഞ്ഞ് ഒന്നാന്തരം ഒരു കൂട്. അരിശം വരാതിരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ വീട്, അതിൻ്റെ മുകളിൽ പക്ഷിയുടെ കൂട്. കയറി വീണ്ടും വലിച്ചെറിഞ്ഞു. വന്നിരുന്നു. ഒരു ഡ്രിങ്ക് എടുക്കാൻ ഉള്ള ധാരയോടുകൂടി ബ്രാൻഡിയൊക്കെ ഒഴിച്ച് ഒന്ന് ആശ്വസിച്ചിരുന്നപ്പോൾ പഴയൊരു കഥ ഓർത്തുപോയി. ഒത്തിരി പഴയ കഥ, ഏതാണ്ട് 40 വർഷം മുൻപുള്ള കഥ. അന്ന് 5 വയസ്സേ ഉള്ളൂ. ഈ സമയത്താണ് ഈ ചെറ്റക്കുടലിൻ്റെ അപ്പുറത്ത് വലിയൊരാളിൻ്റെ വീടുണ്ട്. അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഓലപ്പുരയിൽ ഞാനും അമ്മയും ഗർഭിണിയായ അമ്മയും താമസിക്കുക. അയാൾ വന്ന് പറഞ്ഞു, ഈ വീടൊന്ന് പൊളിച്ചു മാറ്റ്, എൻ്റെ വീടിൻ്റെ ഭംഗി കുറയാതിരിക്കട്ടെ എന്ന്. അയാൾ ശല്യം ചെയ്യാൻ തുടങ്ങി. നിർബന്ധം ഭീഷണിയിലേക്ക് പോയി. ഈ സമയത്ത് അമ്മ പറഞ്ഞു, ഇത് എൻ്റെ അപ്പൻ നിന്ന മണ്ണാണ്, ഇവിടെ ഈ വീട് നിലനിൽക്കും, ഞാനിവിടെ താമസിക്കും എന്ന്. ഒരമ്മയുടെ കരുത്ത് ഇത്ര കണ്ടുണ്ടല്ലോ എന്ന ചിന്ത ഈ മനുഷ്യനെ വല്ലാതെ ബാധിച്ചു. എന്തുകൊണ്ട് ഈ പക്ഷി ചിലച്ചപ്പോൾ ഇതായിരുന്നില്ല ആ പക്ഷിയുടെയും ചോദ്യം. എനിക്കൊരു വീട് വേണ്ടേ, എനിക്കൊരു കൂട് വേണ്ടേ എന്നായിരുന്നില്ലേ ആ പക്ഷിയും ചോദിച്ചത്. അയാളുടെ കണ്ണം തുറഞ്ഞു പോയി. പിറ്റേ ദിവസം തന്നെ അയാൾ എലിവെച്ച് കയറി മനോഹരമായ കൂട് ആ പക്ഷിക്ക് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ പക്ഷി വന്നില്ല. ഇപ്പോഴും ഈ കഥ മനുഷ്യൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. നമുക്കാർക്കും വിനോബ ഭാവയോ മഹാത്മാഗാന്ധിയോ ആകണമെന്നില്ല ഒരു നല്ല മനുഷ്യനാകാൻ. എന്തിനീ ഭൂമി? ആർക്ക് വേണ്ടിയാണിത്? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ? പക്ഷിക്കും പാമ്പിനും മനുഷ്യനും എല്ലാം വേണ്ടി ജീവിക്കേണ്ട ഈ ഭൂമി എന്തിന് സ്വന്തം എന്ന് പറയുന്നു? ഈ ചോദ്യമാണ് വളരെ ശക്തമായ ഭാഷയിൽ വെറും 3 പേജുകൾ മാത്രമുള്ള ഈ കഥ നമ്മളോട് പറയുന്നത്. ഇത്തരം 18 കഥകളുള്ളതിൽ നിങ്ങൾ വായിക്കണം. വായിക്കണം എന്ന് പറയുമ്പോൾ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ബാബുവിൻ്റെ പുസ്തകങ്ങൾ അവിടെയുണ്ട്, പെറുക്കിയെടുക്കാം. അക്കൂട്ടത്തിൽ ബാബു ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് പറ്റുന്നൊരു തുക, ചെറുതാകട്ടെ
നിങ്ങളുടെ അഭിമാന സ്വത്ത വലിയതാകട്ടെ. ഒരു തുക കൊടുത്ത് ഈ പുസ്തകങ്ങൾ വാങ്ങിക്കണം, വായിക്കണം. വായിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങൾ ബാബുവിനെ വിളിച്ച് പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പകരത്തിന് വന്ന് ഞാൻ എൻ്റെ മുഖ്യ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. അവസരമായ 2 പ്രസംഗങ്ങൾക്കും നന്ദി. മാത്യു സാർ നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിച്ചു പ്രസംഗത്തിലൂടെ. അതുപോലെ ശ്രീ കോൺസ്റ്റൽ വർഗീസും ഈ കഥകളെക്കുറിച്ചും യാത്രാവിവരണത്തെക്കുറിച്ചും നമ്മളോട് വളരെ നന്നായി സംസാരിച്ചു. ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീ ബാബു പാറയ്ക്കൽ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണ് ഓടുന്നത്? മനസ്സിലുള്ള വ്യാപാരങ്ങളാണ്. ഈ എങ്ങനെയാണ് മനുഷ്യൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സാഹിത്യകൃതികളിൽ കൂടി പുറത്തു വരുന്ന ചിന്തകളും അവരുടെ രാഷ്ട്രീയവും അവരുടെ ജീവിത സാഹചര്യങ്ങളിലും അവരുടെ ആർദ്രതയും എല്ലാം നിറഞ്ഞതാണ് സാഹിത്യകൃതികൾ എന്ന് പറയുന്നത്. നമ്മൾ എത്രയോ വളരെ വിഖ്യാതമായ കഥകളിൽ കൂടി യൂറോപ്യൻ ചരിത്രത്തെക്കുറിച്ച്, അമേരിക്കയെക്കുറിച്ച്, ഇല്ലെങ്കിൽ ഇന്ത്യയിലെ പല നഗരങ്ങളിൽ നടക്കുന്ന കഥകളെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വായന നമുക്ക് സമ്മാനിക്കുന്നത്, അല്ലെങ്കിൽ കഥകൾ അല്ലെങ്കിൽ സാഹിത്യം സമ്മാനിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത പല ലോകങ്ങളുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ റഷ്യയെക്കുറിച്ച് മഞ്ഞിൽ വിരിഞ്ഞ റഷ്യ എന്ന യാത്രാ വിവരണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും റഷ്യയെ കൂടുതൽ അറിയാൻ സാധിക്കും. അതുപോലെ പല കഥകളും കുറച്ച് ഭാവന ചേർന്നതാണ്. മനുഷ്യൻ്റെ ചിന്തകളെ പല രീതിയിൽ അടയാളപ്പെടുത്തുന്നതാണ് സാഹിത്യകൃതികൾ. ശ്രീ ബാബു പാറയ്ക്കൽ ഒരിക്കൽ കൂടി ആശംസകൾ പറയുന്നു. നമുക്ക് ഇനി നിരവധി ആശംസ പ്രസംഗങ്ങൾ പറയാനായിട്ടുണ്ട്. ഓരോരുത്തരെയായിട്ട് വിളിക്കാം. 10-12 പേരുള്ളത് കൊണ്ട് എല്ലാവരും ചുരുങ്ങിയ സമയത്തിൽ ആശംസ പറയണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ശ്രീ KC ജയനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്, അതുപോലെ സിനിമാ സംവിധായകനാണ്, കവിയാണ്. നമ്മുടെ ന്യൂയോർക്കിൽ വർഷങ്ങളായി സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ്. പ്രിയപ്പെട്ട ജയൻ ആശംസ പ്രസംഗം ക്ഷണിക്കുന്നു. ആദ്യം ക്ഷമാപണത്തോടെ പറയട്ടെ, 2 പുസ്തകങ്ങളും എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ ആക്സിഡൻ്റലി എത്തിയതാണ്. എൻ്റെ പോലീസൊക്കെ വിളിച്ചപ്പോൾ വന്നുള്ളൂ. നേരത്തെ ദീർഘകാലമായി അമേരിക്കൻ മലയാളി സാഹിത്യത്തിലെ സാന്നിധ്യം തീർച്ചയായിട്ടും അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. വളരെ ചെറുപ്പം മുതലേ എഴുതാൻ തുടങ്ങുകയും പിന്നീട് പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ ജീവിക്കുകയും സഞ്ചരിക്കുകയും അമേരിക്കയിലെത്തിയ ശേഷവും റിട്ടയറായ ശേഷവും സ്വന്തം ജീവിതത്തെയും എന്നും നാം വ്യാപരിക്കുന്ന സമൂഹത്തെയും തിരക്കുകളിൽ മാറി നിന്നിട്ട് നോക്കാനും അതിനെ നമ്മൾ കണ്ടുമുട്ടിയ മനുഷ്യരെയും കഥാപാത്രങ്ങളെയും പ്രകൃതിയെയും റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ ഒരു മനസ്സാന്നിധ്യവും അതിൻ്റെ സ്വാസ്ഥ്യവും കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ചലഞ്ചാണ്. ദീർഘകാലം അതൊരു സതിരയായി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അനുഗ്രഹീത വ്യക്തികൾക്ക് മാത്രം കാണുന്ന ഒരു സ്ഥിതിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ 2 വർക്കുകൾ, ഇപ്പോൾ നമ്മളെല്ലാം താമസിക്കുന്ന ഒരു സമൂഹത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത ഡൽറോസിനടുത്ത് ഈ അദ്ദേഹത്തിൻ്റെ ചില കഥകളിലൂടെ ഓടി കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഗ്ലനോക്സിനെയും അതുപോലെ നമ്മുടെ ഗ്ലനോക്സിലെ പാർക്കും അലിപൂൺ പാർക്കും ഒക്കെ നമുക്ക് പരിചിതമാണ്. എല്ലാവരും വ്യായാമത്തിനും ഉന്മേഷത്തിലേക്ക് നടക്കുന്നതാണ്. പക്ഷേ ബാബുചേട്ടൻ നടന്നപ്പോൾ അവിടെ നിന്നൊരു കഥയുണ്ടായിരുന്നു. കൊറോണ കാലം നമ്മുടെ എല്ലാവരെയും പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ കൊറോണ കാലത്ത് വേറെ തരത്തിൽ വായിച്ചെടുക്കുകയും തൻ്റെ പൂർവ്വകാലത്തെ ഒരു അധ്യാപകനെ അത് മലിപോണ്ടി കണ്ടെത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു കഥ. ആ കഥ വെറുതെ ഒരു ദിവസം കൊണ്ട് പരിചയെടുത്തതാണ്. മറിച്ച് ഇതൊരു ദീർഘമായ ഒരു അനുഭവ പരിസരത്തിൽ നിന്ന് വളരെ മെഡിറ്റേറ്റീവായിട്ടുള്ള ജീവിത സന്ദർഭങ്ങളിൽ അത്
നാം സ്വയം സൃഷ്ടിച്ച ഒരു ധ്യാനപുരയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരു യാത്രാ വിവരണം എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തരത്തിലുള്ള പ്രചോദനമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും തുടരുന്ന ഈ എഴുത്തിൻ്റെ ഈ തപസ്യ അത് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ അമേരിക്കൻ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്യാനും അദ്ദേഹത്തിന് ത്രാണി, അദ്ദേഹത്തിന് കരുത്ത് കിട്ടട്ടെ. ആ യാത്രയിൽ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് നേർന്നുകൊണ്ട് ഈ 2 പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അതോടൊപ്പം ഈ ഈവനിങ്ങിൽ ഇവിടെ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനൊരു സന്ദർഭം ഉണ്ടായത് തന്നെയും അതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് മാത്യു സാറിനെ പോലെ, കോഴ്സിനെ പോലെ, പൗലോസ് സാറിനെ പോലെ. അതുപോലെ നമ്മൾ നിരന്തരം ഇവിടെ സാന്നിധ്യം അറിയിക്കുകയും പക്ഷേ എന്നാൽ കാണാതിരിക്കുകയും ചെയ്യുന്ന കുറേ മനുഷ്യരാണ്. ഇതാണ് ന്യൂയോർക്കിലെ അമേരിക്കൻ മലയാളി സമൂഹം, ന്യൂയോർക്കിലെ അമേരിക്കൻ മലയാളി സാഹിത്യ സമൂഹം. സോ ഈ സന്ദർഭത്തിൽ, ഈ കൾച്ചറൽ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സർവ്വവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. ഞാൻ പുസ്തകം കണ്ടെടുത്തോളാം, വായിച്ചോളാം. നന്ദി പ്രിയപ്പെട്ട ജയൻ. ജയൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലുള്ള സാഹിത്യകാരന്മാർക്ക് അമേരിക്കയിലുള്ളവരെ കാണുമ്പോൾ അവർ കൂടുതൽ പറയുന്ന ഒരു കംപ്ലൈൻറ്റ്, നിങ്ങൾ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കഥയും കവിതയും എഴുതുക എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ച് വളരെ ശരിയാണ്. ഇപ്പോൾ ഇവിടെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പറയണമെങ്കിൽ നമ്മൾ തന്നെ മുന്നോട്ടിറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ കഥകളും കവിതകളും ഒക്കെ കൂടുതൽ ഈ ചുറ്റുപാടുകളിൽ നിന്നുള്ളതാണെങ്കിൽ അത് അവർക്ക് ഒരു പുതിയ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുകയാണ്. ജയന നന്ദി. അടുത്തതായിട്ട് ആശംസാ പ്രസംഗത്തിനായിട്ട് അജിത് നായർ ക്ഷണിക്കുന്നു. അജിത് നായർ കവിയാണ്, എഴുത്തുകാരനാണ്, അദ്ദേഹം ഒരു നല്ല ഗായകനാണ്. വളരെ കാലമായി ന്യൂയോർക്ക് ചരിത്രത്തിൽ സാഹിത്യ പരിപാടികളുടെ നിറസാന്നിധ്യമാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ. നമ്മളെ അന്ധകാരത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും എല്ലാം നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അധികം അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് പുസ്തകം. പുസ്തകം അത് നമ്മൾക്ക് നേർവഴി കാണിക്കുന്നു. പുസ്തകം തന്നെ നമ്മളെ ഇരുളിലേക്കും നയിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം, നമ്മൾ വായിക്കാനായിട്ട്, നമ്മൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന പുസ്തകം അത് ഉത്തമമായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിതിൻ്റെ കുറേ കഥകൾ വായിച്ചു. ഏതൊക്കെ കഥകളെ പറ്റി പറയണമെന്ന് എനിക്ക് സംശയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ഏതൊക്കെ കഥകളെ പറ്റിയാണ് പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ 2-3 കഥകളെ പറ്റി പറയാം. ആദ്യമേ ഇതിലെ ഓരോ കഥകളും വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓരോ പാട്ടുകളാണ് കൂടിയെത്തുന്നത്. ആദ്യത്തെ പാട്ട് ഇതായിരുന്നു: സൗരയുധത്തിൽ വിടന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൽ സൗവർണ പരാഗമാണോ മലിനി, അതിൽ സൗരഭമാണെൻ്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം. നമ്മുടെ ഒരു മലയാളിയെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ശ്രീ ബാബു പാറയ്ക്കൽ സൗരയുധത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അദ്ദേഹം പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ വായിക്കേണ്ട ഒരു കഥ തന്നെയാണ് സൗരയുധത്തിലേക്കുള്ള യാത്ര. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് വരെ നമ്മൾക്കറിയില്ല നമ്മൾ ഏത് ലോകത്തൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. കപ്പയും മീനൊക്കെ ഇങ്ങനെ ഗുളിക രൂപത്തിലാണ് കഴിക്കുന്നത്. വിശക്കുമ്പോൾ മെനു വരുന്നു, നമുക്ക് കഴിക്കാതെ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ കപ്പയും മീനൊക്കെ വരുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നല്ല മത്തിക്കറി മാങ്ങയിട്ട് വെച്ചതും. പക്ഷെ വരുന്നത് ഗുളികയാണ്. അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അത് അനിർവചനീയമാണെന്നാണ് കഥാകൃത്ത് പറയുന്നത്. വേറെ ചോയ്സൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഈ കഥയിലെ 1-2 വരികൾ എനിക്ക് വളരെയധികം
ഇഷ്ടപ്പെട്ടത് ഞാനൊന്ന് വായിക്കാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ാമത്തെ പേജിലാണ്. വെറും $600 കൊടുത്താൽ ഒരു ഡോക്ടറേറ്റ് സംഘടിപ്പിക്കാമെന്ന്. ഇപ്പോഴും ഡിബേറ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് വാഴക്കൊല എഴുതിയതാരാണെന്ന്. വാഴക്കൊല എഴുതിയതാരാണെന്ന് എല്ലാവർക്കും അറിയാമോ? വൈലോപ്പിള്ളിയാണോ, ചങ്ങമ്പുഴയാണോ, അതോ വൈക്കം മുഹമ്മദ് ബഷീറാണോ? ഡോക്ടറേറ്റ് കിട്ടാൻ ഇതിലും നല്ലൊരു മാർഗം വേറെ ഒന്നുമില്ല. ആ ഡോക്ടറേറ്റ് കൊടുത്ത ആൾക്ക് തേങ്ങാക്കൊല സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ആ ഡോക്ടറേറ്റാണ്. പിന്നെ ഈ ഡോക്ടറേറ്റ് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ ഡോക്ടറേറ്റുകൾ പോലെ പിന്നീട് മാത്രമാണ് ഗ്രഹം ആകാനുള്ള മിനിമം യോഗ്യത എന്ന് മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും നെപ്റ്റ്യൂൺ, പ്ലൂട്ടോയാണ് നമ്മളുടെ അവസാനത്തെ നവഗ്രഹമായിട്ട് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ പ്ലൂട്ടോയെ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്തു മാറ്റി. അങ്ങനെ ആ ഒരു അറിവും ഈ കഥയിൽ നമുക്ക് ലഭ്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു പോയിരിക്കുന്നെങ്കിൽ പോലും അത് നമുക്ക് അറിവും കൂടി നൽകുന്നതിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത്, നിന്നെ ഞാൻ എന്തു വിളിക്കും, ആരും പാടാത്ത പാട്ടിൻ്റെ മാധുര്യമെന്നോ, നിന്നെ ഞാൻ എന്തു വിളിക്കും, ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, നിശ്വാസ സംഗീതമെന്നോ. അടുത്ത കഥ വായിച്ചപ്പോൾ തോന്നിയത് ഈ പാട്ടിൽ തന്നെ വരികളാണ്. അഭിമുഖം. ഇന്റർവ്യൂവിന് പോവുകയാണ്. ഇവിടെ തന്നെയാണ്, മെട്രോയൊക്കെ എടുത്ത് വേണം പോകാനായിട്ട്. ഇദ്ദേഹം അവിടെ എത്തിച്ചേരണം സമയത്തിനെന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് മാറുന്ന രീതിയിലേക്ക് നമ്മളെ വായനക്കാരെ കൊണ്ടുപോകാനായിട്ട് കഥാകൃത്തിന് സാധിച്ചു എന്നുള്ളതാണ് ആ കഥയുടെ ഏറ്റവും വലിയൊരു വിജയം. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി. കാരണം നമ്മളായി മാറുകയാണ് ആ കഥാപാത്രം. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം നമ്മളെല്ലാവരും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കേരളം വിട്ട് ബാംഗ്ലൂർ, ഡൽഹി, ബോംബെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പിന്നെ അവസാനം അമേരിക്കയിൽ വന്ന് ഇവിടെ വന്ന് പെടുന്നു. പക്ഷേ സന്തോഷ് ജി ഒരു കാര്യം പറഞ്ഞു, നാട്ടിലുള്ളവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ അമേരിക്കയിലുള്ള കഥകൾ എഴുതിയാൽ പോലെയെന്ന്. എന്തുകൊണ്ട് നമുക്ക് നാട്ടിലെ കഥകൾ എന്തുകൊണ്ട് എഴുതിക്കൂടാ? നമുക്ക് ഈ ലോകത്തെ എവിടെ വേണമെങ്കിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാറില്ലേ? അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ നമുക്ക് തരട്ടെ. എന്തിനാണ്? അവർക്ക് ഭയമാണോ നമ്മളെ? ബഹുമാനപ്പെട്ട മാത്യു സാർ, പ്രിയപ്പെട്ട കോരസൻ പൗലോസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാബുവിൻ്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടന്നത്. ഇതിലെ മിക്കവാറും എല്ലാം ഈ മലയാളിയിൽ കൂടി വായിച്ചിട്ടുള്ളവരും, പക്ഷേ ഈ കാലം കഴിയുന്തോറും മനസ്സിലെല്ലാം തങ്ങി നിൽക്കാറില്ല. വായിച്ചത് പലപ്പോഴും മറന്നു പോകാറുണ്ട്. വീണ്ടും വായിക്കുമ്പോഴാണ് ഇത് എവിടെയോ വായിച്ചിട്ടുണ്ട് എന്നുള്ള ഓർമ്മ വരുന്നത്. ചില കഥകൾ നമ്മൾ ഒരിക്കലും മറക്കാറില്ല. അങ്ങനെയുള്ള തിരഞ്ഞെടുത്ത ചില കഥകളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാത്ത കാര്യം. ഒരു കഥ ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഭാഷാ സാഹിത്യന്മാർ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് എന്നാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ബീജാപാപം ചെയ്തു കഴിഞ്ഞാൽ 9-10 മാസം കൊണ്ട് അത് വളർച്ചയെത്തി അത് വളർന്ന് വരുവാൻ ആ മാതാവ് സഹിക്കുന്ന കഷ്ടപ്പാടുകൾ എന്താണോ അത് തന്നെയാണ് ഒരു കഥാകൃത്തും വഹിക്കുന്ന അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്. അതിനെ ആ രീതിയിൽ അമ്മ മറിഞ്ഞു വീഴാതെ ആവശ്യമുള്ള ആഹാരവും വൈറ്റമിനും ഒക്കെ കൊടുത്ത് പരിശോധനകളും പുനഃപരിശോധനകളും അൾട്രാസൗണ്ടുകളും സ്കാനിങ്ങും ഒക്കെ നടത്തി 10 മാസത്തിൽ ആ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അങ്ങനെയാണ് ഒരു കഥയും. ആ കഥകൾ, അങ്ങനെ വളർത്തിയെടുക്കുന്ന കഥകൾ ബലവത്തുള്ള കഥകളാണെങ്കിൽ അവൻ വളർന്ന് അവൻ സമൂഹത്തിന്
ഉപയോഗപ്രദമായി തീരുന്ന രീതിയിൽ അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കും, വളർന്നു വരും. ആ കഥകൾ നിലനിൽക്കും. അതിനോട് തന്നെ സാമ്യപ്പെടുത്താവുന്നതാണ് നല്ല കഥകളും നല്ല രചനകളും. അവ ഒരിക്കലും മരിക്കുന്നില്ല, ജീവിതത്തിൽ വായിക്കുന്നവർക്ക് എന്നും ആസ്വാദ്യകരമായിരിക്കുകയും ചെയ്യും. ബാബുവിൻ്റെ റെയിൽ ചക്രങ്ങളിൽ എന്ന കഥ പോസ്റ്റ് മോഡേണോ അതുപോലെ തന്നെ ആധുനികത്തിനോ ഒന്നും പറയാവുന്ന രീതിയിലുള്ള കഥകളൊന്നുമല്ല. യഥാർത്ഥ കഥകളാണ്. നമ്മളുടെ അനുഭവങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്, അത്തരം കഥകൾ തന്നെയാണ് ഇതിൽ ഓരോന്നും. ഇതിനെല്ലാം കഥകൾക്കൊരു രൂപമുണ്ട്. ഇത് വായിക്കുമ്പോൾ നമ്മൾ എവിടെയോ കേട്ട കാര്യങ്ങളാണ്, നമ്മൾ എവിടെയോ കണ്ട കാര്യങ്ങളാണ്, നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് എഴുതിയില്ല, പക്ഷെ ബാബു എഴുതി. അതുകൊണ്ടാണ് ബാബു ഒരു കഥാകാരനായി നമ്മൾ അറിയപ്പെടുന്നത്. എന്തുകൊണ്ട് മറ്റൊരാൾ ഇതേ അനുഭവങ്ങൾ, ഇതിലും തീവ്രമായ അനുഭവങ്ങൾ ഉള്ളവർ എന്തുകൊണ്ട് അവർക്ക് ആ കഥാകാരനായി മാറാൻ കഴിയുന്നില്ല? കാരണം ഒരമ്മയുടെ മനസ്സോടെ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തിയെടുക്കാമോ അതുപോലെ മനസ്സിലിട്ട് മാസങ്ങളോളം വളർത്തി കൊണ്ടുവന്ന് അതിനെ പുറത്തെത്തിച്ചതിൻ്റെ ഫലമാണ് ആ കഥ എന്ന് പറയുന്നത്. അതിൽ ബാബു വളരെയധികം വിജയിച്ചിരിക്കുന്നു എന്ന് പറയാം. ഈ കഥകളെല്ലാം മനുഷ്യ ഗന്ധികളാണ്, അതിജീവനത്തിൻ്റെ കഥകളാണ്. നമസ്കാരം. കേരള സെൻറ്റർ കഴിഞ്ഞ ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമാൻ E.M. സ്റ്റീഫൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു മലയാള ഭാഷയെയും സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അത് ഞങ്ങളെന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർഗവേദി ഈ കേരള സെൻറ്റർ തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ ഭാഗമായിരുന്നു. അതിലൂടെ സാഹിത്യകാരന്മാരും അവരുടെ ചർച്ചാ സമ്മേളനങ്ങൾ എല്ലാ മാസവും ഇവിടെ നടത്തുന്നു. അതുപോലെ ഇതുപോലെയുള്ള ബുക്ക് പ്രകാശനങ്ങൾ ഇവിടെ നടത്തുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കേരള സെൻറ്റർ 2 വർഷം മുമ്പ് ഒരു ലൈബ്രറി ഇവിടെ സ്ഥാപിച്ചു. കേരള സെൻറ്ററിൻ്റെ 2ാം നിലയിൽ ഒരു ബ്യൂട്ടിഫുൾ ലൈബ്രറി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഡോക്ടർ തോമസ് എബ്രഹാം ലൈബ്രറി. അതുപോലെ കേരള സെൻറ്റർ എല്ലാ വർഷവും അവരുടെ കേരള സെൻറ്റർ ആനുവൽ അവാർഡിൻ്റെ സമയത്ത് ഒരു മലയാള സാഹിത്യകാരനാണ് പ്രസിദ്ധമായ പല പുസ്തകങ്ങൾ എഴുതി സാഹിത്യകാരന് ഒരു അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ പ്രത്യേകമായി അറിയിക്കുകയാണ്. ഈ ബാബു പാറയ്ക്കലിന് ഇവിടെ നിന്ന് 2 പുസ്തകം പ്രകാശിപ്പിക്കുകയാണ്. കേരള സെൻറ്റർ അതിനുള്ള ഇവിടെ ഒരു വേദിയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ അദ്ദേഹം ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതട്ടെ, മലയാളികൾക്ക് അങ്ങനെ പുസ്തകങ്ങൾ എഴുതി ധന്യരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. അദ്ദേഹം കേരള സെൻറ്ററിൻ്റെ ഒരു ഫൗണ്ടർ മെമ്പറാണ്. ഇവിടെ കൂടിയിരിക്കുന്ന പലരും കേരള സെൻറ്ററിൻ്റെ മെമ്പേഴ്സാണ്. ആരെങ്കിലും അവിടെ ചേരാനുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കേരള സെൻറ്ററിൻ്റെ ഒരു മെമ്പറാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 50,000 മുതൽ $100 വരെയുള്ള മെമ്പർഷിപ്പുണ്ട്. അവിടെ പലരുടെയും ഫൗണ്ടർ മെമ്പേഴ്സുണ്ട്, പാട്രൺ മെമ്പേഴ്സുണ്ട്, ഗ്രാൻഡ് പാട്രൺ മെമ്പേഴ്സുണ്ട്. അതുപോലെ ഫോട്ടോ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉള്ള മെമ്പേഴ്സുണ്ട്. ഇപ്പോൾ $100 കൊടുത്ത് ഒരു മെമ്പറാവുകയാണെങ്കിൽ അത് കേരള സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അനുഗ്രഹമാണ്. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണമെങ്കിൽ ഇവിടെ കൂടി നിങ്ങളൊക്കെ ഒരു മെമ്പറാകുക. $100 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ കേരള സെൻറ്ററിൻ്റെ ഒരു മെമ്പറാകണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ആപ്ലിക്കേഷന് പുറകിലുണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു. പ്രിയപ്പെട്ട ഭാഷാശ്രീകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. പാറയ്ക്കൽ സാറിൻ്റെ പല കഥകളും ഞാൻ വായിച്ചിട്ടുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ അതിൽ നുണയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജീവിത യാഥാർത്ഥ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലത്. നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന സംഭവങ്ങൾ
ഭ്രാന്ത ദർശനത്തോടുകൂടി അദ്ദേഹം എഴുതുന്നു. സാധാരണക്കാർക്ക് വായിക്കാവുന്ന ഭാഷയിൽ അതിശോക്തി ഒട്ടും കലരാതെ സംഭവങ്ങൾ മാത്രം പറഞ്ഞ് കഥ മുന്നോട്ട് പോവുകയാണ്. വായിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ബോറടിയില്ലാതെ വായിച്ചു പോകാം. ഇത്രയും നാളത്തെ നീണ്ട ഒരു വേള, അതായത് 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇത് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത്. അപ്പം അതികഠിനമായ ശൈത്യം, ഹിമപാതം എല്ലാം കൂടെ ആയതുകൊണ്ട് മാറ്റിവെച്ചു. അപ്പോൾ വായിച്ചില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഉണ്ടാകത്തില്ല. കാരണം 2 മാസം കൊണ്ട് എന്തെങ്കിലും കഥ വായിച്ചു കാണും. പ്രത്യേകിച്ചും കഥ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വരുമ്പോൾ ആൾക്കാർ പറയുന്നത് ഒരുപാട് സമയമെടുക്കും കഥകളൊക്കെ വായിക്കണമെങ്കിൽ. അതിനാർക്കാ സമയമിരിക്കുന്നു? ഇത് ഓരോ കഥയും നമുക്ക് 10 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാവുന്നതും. അപ്പോൾ നമുക്ക് അടുത്ത കഥ വായിക്കണമെന്ന് തോന്നും. അതായത് അതിനെ വർണ്ണിച്ച് നാശമാക്കാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു സവിശേഷതയാണ് ബാബുവിൻ്റെ കഥയ്ക്കുള്ളത്. ആർക്കും വായിച്ചാൽ മനസ്സിലാകും. നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കഥ എഴുതാനും അത് പുസ്തകമാക്കി കൊണ്ടുവരാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. 5 പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് പിന്നെയും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കഥകളിൽ നമ്മളെ. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് നമ്മുടെ മുന്നിൽ ഇത് കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്ത അദ്ദേഹത്തിന് ഇനിയും അതിനുള്ള കഴിവുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൂടുതൽ കഥയിലേക്ക് പോകുന്നില്ല. കാരണം കഥകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വിറ്റ് പോകത്തില്ല. നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിക്കുക. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പുസ്തകം വാങ്ങിച്ച് വായിച്ച് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം ഗംഭീരന്മാരും സുന്ദരികളുമായ ഒത്തിരി പേരുടെ ഇരിപ്പുണ്ട്. എങ്കിലും ഞാൻ പറയാൻ വന്നത് വന്ന കഥയെപ്പറ്റി ആരോ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് എല്ലാ കഥകളും ഇഷ്ടപ്പെട്ടെങ്കിലും ബ്രീഫ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും ആ ഇൻ്റർവ്യൂ എന്നുള്ളൊരു കഥയുണ്ട്. വളരെ രസമായ ഒരു കഥ. ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ അമേരിക്ക വന്ന ഒരു മലയാളത്തിൽ കിട്ടി കാണത്തില്ല. അങ്ങനെ ലേറ്റായിട്ട് അവിടെ ചെല്ലുന്നു, എന്തായാലും കയറ്റിവിടുന്നു, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവിടുന്നു. അസിസ്റ്റന്റ് DM ആയി സുന്ദരിയായ ഈ ട്രംപ് പറയുന്ന പോലെ ബ്ലോണ്ട് ഹെയർ ഒരു പെണ്ണിനെ സെക്രട്ടറി ആക്കി കൊടുക്കുന്നു. ഇതുപോലെ ഇന്റർവ്യൂ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തൊരു ഭാവനയാണ്. ഞാൻ എല്ലാവിധ ഭാവങ്ങളും ആശ്വസിച്ചുകൊണ്ട് ഇതുമായി ബന്ധമില്ലാത്തൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ആ മുസ്ലിം സ്ത്രീ നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള എല്ലാവർക്കുമുള്ള ഒരു സാഹിത്യവേദിയാണ് ഈ സർഗവേദി. പക്ഷെ ഇത്രയും കാലമായിട്ട് 90 മുതൽ ഞാൻ ഒരു ഇസ്ലാം മതക്കാരിയെയും കണ്ടിട്ടില്ല. ഇന്നലെ കണ്ടതാണ് അവര് 2 പുസ്തകങ്ങൾ. ഞാൻ പറഞ്ഞു വരണം, ഈ ചുറ്റുവട്ടത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന മകനാ, ഡോക്ടറേറ്റ് ബ്രൂക്കിലില്ല. പക്ഷെ അവർ വന്നിരിക്കുന്നു. അടുത്തതായി അവർ സംസാരിക്കട്ടെ നിങ്ങളുടെ അനുഭവത്തോടുകൂടി. സോ ഐ പ്രസന്റ് യു നഫീസ ബീബി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളെ അറിയില്ല, എനിക്കറിയില്ല എന്നെ നിങ്ങൾക്കും അറിയില്ല. ഇന്നലെയാണ് ഞാൻ 2 വ്യക്തികളെ പരിചയപ്പെട്ടത്. തെരേസ മാമിനെയും രാജു തോമസ് സാറിൻ്റെ പേര് കുറേ തവണ പറഞ്ഞു, പക്ഷേ ഓർമ്മയിൽ നിന്നില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രോഗ്രാമിന് വന്നതായിരുന്നു. ഫാമിലി ഉണ്ടായിരുന്ന കൂടെ, മകനും ഫാമിലിയും മകളും. ഇന്ന് വന്നത് മകളുടെ കൂടെ ട്രെയിനിലാണ്. അവർക്ക് ഇന്നൊരു അവധിയല്ലേ ഉള്ളൂ, അപ്പോൾ വെറുതെ പ്രയാസപ്പെടേണ്ട, ഞങ്ങൾ പോയിക്കോളാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നു. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ എന്ന് പറയാം, പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് എൻ്റെ ഗ്രാമം. അവിടെയാണ് ജനിച്ചത്. അപ്പോൾ സമയം 5 മിനിറ്റ് തന്നിട്ടുണ്ട്. എന്നെക്കുറിച്ച് തന്നെ പറയാൻ തുടങ്ങിയാൽ ഒരു ചരിത്രം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അത്രയൊന്നും പറയുന്നില്ല.
എഴുതുന്നതും വായിക്കുന്നതും സ്ത്രീകൾക്ക് ചേർന്നതല്ലാന്ന് കേട്ട് വളർന്ന് ഞാൻ കരഞ്ഞു പോകുമ്പോൾ സാറ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അറിവിൻ്റെയോ വായനയുടെയോ വെളിച്ചത്തിലല്ല ഈ പുസ്തകങ്ങൾ എഴുതിയത്, എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സർഗവേദി എനിക്കൊരു സ്വർഗവേദിയായിട്ടാണ് തോന്നുന്നത്. ഇവിടെ എന്താ പറയുക, എഴുത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു സംഭവമാണെന്ന് ഈ അടുത്ത കാലത്ത് ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാവരും അതിനെ കുറ്റം പറഞ്ഞെങ്കിലും എൻ്റെ മക്കൾ എനിക്ക് ഫേസ്ബുക്കും വാട്സപ്പും ഓപ്പൺ ചെയ്ത് തന്നതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യമായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ 1-2 ലൈനിൽ എഴുതിയിടും. ചിലരൊക്കെ മനസ്സിലായില്ല എന്ന് പറയും, ചിലർ നല്ലതെന്നൊക്കെ പറയും. വാട്സാപ്പിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്, കൗൺസിലേഴ്സിൻ്റെ, ഇന്ത്യൻ കൗൺസിലേഴ്സ് അസോസിയേഷൻ്റെ ഒരു മെമ്പറും കൂടെയാണ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൗൺസിലിംഗ് കോഴ്സ് ചെയ്തത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയിടാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം എന്നൊരു നിങ്ങൾക്ക് എഴുതുന്നുണ്ട്, നന്നായിട്ട് എഴുതിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ മക്കളാണ് എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തന്നത്. അങ്ങനെ എൻ്റെ ഈ ഫസ്റ്റ് പുസ്തകം ഞാൻ ജനിച്ച ആ ഗ്രാമത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര വലിയൊരു ചരിത്രമുള്ള ഗ്രാമത്തിലാണോ എന്ന്, പക്ഷെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമമാണ്. ഒരു 300 വർഷത്തിൻ്റെ ചരിത്രങ്ങൾ ഞാൻ കണ്ടുപിടിച്ച്, അത് കണ്ടുപിടിക്കാൻ കാരണം ഞാൻ സ്കൂട്ടി പഠിച്ചത് 2004. അപ്പോൾ ആ സ്കൂട്ടിയും കൊണ്ട് എനിക്കതാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും എൻ്റെ ദൈവം അത് പഠിപ്പിച്ചല്ല. ആ സമയത്ത് ഞങ്ങളുടെ നാട്ടിലാരും വണ്ടി ഓടിക്കില്ലായിരുന്നു. അപ്പം ഞാനാണ് ആദ്യമായിട്ട് ബൈക്കിൻ്റെ മേലെ കയറിയ ഒരു കുരുത്തം കേട്ട മുസ്ലിം സ്ത്രീ. അപ്പോൾ അത് ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കുന്ന കൂടെ തന്നെ പിന്നെ എൻ്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, 85 വയസ്സായി, ഇപ്പോഴും നല്ല ഓർമ്മശക്തിയാണ്. അവരുടെ ആ ഒരു അറിവിൽ നിന്നും ശേഖരിച്ച്, പിന്നെ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രിട്ടീഷ് ആർമിൻ്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനിച്ചപ്പോൾ മുതലേ ഇങ്ങനെ സങ്കടങ്ങളും ഗ്രാമത്തിൻ്റെ ഇതെല്ലാം കേട്ടും പിന്നെ ആ ഭംഗിയും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ ഒരു 16 വർഷം ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു എക്സ് മിലിറ്ററിയുടെ വൈഫ് കൂടിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒക്കെ എൻ്റെ ഗ്രാമത്തിൻ്റെ ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നപ്പം അതിൻ്റെ ചരിത്രം ഇതിൽ കുറേ ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ അമേരിക്കയിലുള്ള നിങ്ങൾക്ക് ഇതൊക്കെ അത്ഭുതമായിരിക്കും. അതെല്ലാം എല്ലാം ഉണ്ടാക്കിയൊരു പുസ്തകം എൻ്റെ മകളാണ് ഇതിന് കവറൊക്കെ ഡിസൈൻ ചെയ്തത്. ഈ മകളെ DC ആണ് പബ്ലിഷ് ചെയ്തത്, DC ബുക്സ്. പിന്നെ ഈ രണ്ടാമത്തെ പുസ്തകം എൻ്റെ നോർത്ത് ഇന്ത്യയിലെ എൻ്റെ കൺമുന്നിൽ എൻ്റെ അനുഭവങ്ങൾ, ഞാൻ കടന്നു പോയ അനുഭവങ്ങൾ. ഇപ്പോൾ സാറ് ഇവിടെ പലരും പറഞ്ഞിത്ര ഇത് ഞാനൊരു 15 ദിവസം കൊണ്ടാണ് എഴുതിയത്. ഇത് എഴുതി എനിക്ക് ആഗ്രഹം തീർന്നിട്ടില്ല. പക്ഷേ ഇത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്യാമെന്ന് ഒരു ബുക്ക് പബ്ലിക്കേഷൻസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർത്തു കൊടുത്തതാണ്. ഞാനും മകളും കൂടെയാണ് അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. മറ്റൊരാൾ എഡിറ്റിങ്ങിന് കൊടുക്കാനോ ഒന്നും ചെയ്തില്ല. അങ്ങനെ 2 പുസ്തകം എല്ലാം ഒരു നിയോഗം പോലെ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയതും ഒരു നിയോഗമാണ്. ഞാൻ ഈ ഭൂമിയിൽ വന്നത് ഒരു നിയോഗമായിട്ട്, എൻ്റെ ജീവിതം മൊത്തം നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ അമേരിക്കയിലൊക്കെ എത്തുന്നൊന്നും ഇന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അവൾ അവിടെ എത്തിയോന്ന്. ഞാൻ വിസിറ്റിങ്ങിന് വന്നതാണ്. മകൻ ഇവിടെ ഉണ്ട്. 3ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്. സമയം വൈകിയോ? കഴിഞ്ഞ തവണ വന്ന് പോയപ്പോൾ ഞാൻ കുറച്ച് എഴുതിയിരുന്നു ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഇഷ്ടമായി. അമേരിക്ക ഇങ്ങനെയാണ് എന്നുവെച്ചാൽ നാട്ടിൽ അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വൃത്തികെട്ട അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ. പക്ഷെ ഞാൻ ഇവിടെ കണ്ട എൻ്റെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതി ഞങ്ങളെ ഗ്രൂപ്പിലിടുകയും ഇതേപോലെ ഒരു ക്ലാസ്സിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു മറിച്ചൊരു ചിന്ത വന്നു. ഇപ്പോഴും അവരൊക്കെ എന്നോട് ഇങ്ങനെ എഴുതാൻ പറയും. ഇപ്പം ഈദ് ഉൽ ഫിത്തറിൻ്റെ അവിടെ ഇഫ്താർ പാർട്ടിക്ക് പോയപ്പോൾ ഈ കഴിഞ്ഞ തവണ ഞാൻ ഫേസ്ബുക്കിൽ വിചാരിച്ചതൊന്നല്ല ഒരു ഫോട്ടോയും ആ ഒരു ഇഫ്താറിനെ കുറിച്ച് എഴുതിയിട്ടപ്പോൾ എനിക്ക് 2500 ലൈക്ക് കിട്ടി അതിന്. അതുവരെ എൻ്റെ പോസ്റ്റുകൾക്ക് 8-10 കിട്ടുന്നത് ഈ ഒരു പോസ്റ്റിന്.
അപ്പോൾ ആ ഫേസ്ബുക്കിൽ അതെല്ലാവരും വായിച്ച് എത്രയും ഷെയർ 250 ഷെയർ ആയിട്ടുണ്ട്. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. എനിക്കിങ്ങനെ നെഞ്ചിടിക്കായിരുന്നു ഇങ്ങനെ ഓരോ ലൈക്കും ഇങ്ങനെ കൂടി വന്നപ്പോൾ. അങ്ങനെയുള്ള എൻ്റെ ഉള്ളിൽ എഴുതാനൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴും എഴുതാൻ ഇങ്ങനെ തല പുകഞ്ഞു വരുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ട് 2 വരി എഴുതിയിടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുപോലെ ഈ സാറും മാഡം ഇവിടെ എത്തിച്ച് എല്ലാവർക്കും നന്ദി. പിന്നെ സാറിന് ബാബു പാറക്കൽ സാറിന് എല്ലാവരും നല്ല ഭാഷയിലും നല്ലതിലും ആശംസകൾ അർപ്പിച്ച് ഞാൻ എൻ്റെ ചെറിയ ശബ്ദത്തിലും എല്ലാവിധ ആശംസകളും നിങ്ങളെ പോലെയുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന സാഹിത്യ പ്രതിഭകളെ, ഇവിടെ കൂടിയിരിക്കുന്ന സാഹിത്യ പ്രേമികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷം തുള്ളിൽ നിൽക്കുന്ന ഒരു സായാഹ്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വേദിയിൽ ഒരു വ്യക്തിയുടെ 2 പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരു സുന്ദര സായാഹ്നം. ശ്രീ ബാബു പാറക്കൽ സാറ് ഒരു വെടിക്ക് 2 പക്ഷിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പക്ഷി വെടികൊണ്ട് മരിച്ചിട്ടില്ല, ജീവനോട് തന്നെ ഉണ്ട്. ആ പക്ഷി വിഹായസിൽ പറന്ന് ദാണ്ട് ആ മൂലയ്ക്ക് 2 പക്ഷികൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ 2 പക്ഷികളെയും പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയാൽ ധാരാളം കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്കും, കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നും ഡിജിറ്റൽ യുഗത്തിലേക്കും, പിന്നെ AI യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വായനാശീലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പം നമ്മളാരും വളഞ്ഞു പോകരുത്, വായിക്കണം. ഇവിടെ നമുക്കറിയാം, പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടുകാര്യങ്ങൾ, മോർഗേജ് അടയ്ക്കുന്ന തിരക്ക്, കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന തിരക്ക്, തിരിച്ചു കൊണ്ടുവരുന്ന തിരക്ക്, ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന അതിനുള്ള സമയം, ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് വായിക്കാൻ സമയം കിട്ടാതെ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റ് മീഡിയ, ഇപ്പം വീട്ടിലോട്ട് പോകുന്ന ഈ കഷ്ടപ്പാടും പ്രയാസങ്ങളും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികം നമുക്ക് വായിക്കാതെ തന്നെ യൂട്യൂബ് അടിച്ചു നോക്കാം. അപ്പം അതിനകത്ത് രാഷ്ട്രീയം വരും, കഥകൾ വരും, പാട്ട് കേൾക്കും, ഇങ്ങനെ നമ്മളങ്ങ് പോകും. ഇപ്പോൾ പുസ്തകം നമ്മൾ മറന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പുസ്തകം വായിച്ച് കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കും, വീട്ടുകാർ നടക്കാതെ വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ശ്രീ ബാബു പാറക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സകലകലാവല്ലഭനാണ്. കഥ, കവിത, ലേഖനം, യാത്രാവിവരണം, നോവൽ, തീർന്നില്ല. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം എഴുതി സംഭാഷണം, സംവിധാനം എല്ലാം ചെയ്ത് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്രയും സമയം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കില്ല. കാരണം ഞാനും അദ്ദേഹം ന്യൂയോർക്ക് സിറ്റി ട്രാൻസ്പോർട്ടേഷനിൽ, ന്യൂയോർക്ക് സിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സാധാരണ എംപ്ലോയിയാണ്. അദ്ദേഹം 207 ഓവർ ഷോപ്പിൻ്റെ ജനറൽ മാനേജരാണ്. വളരെ തിരക്കും. എപ്പോഴും അദ്ദേഹത്തിന് ഫോൺ വന്നുകൊണ്ടിരിക്കും. ഒരു ആക്സിഡൻ്റ് ആയ സമാധാനം വേണം. അങ്ങനെയുള്ള ഈ വേളയിൽ അദ്ദേഹത്തിന് എങ്ങനെ ഈ സമയം കിട്ടുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നല്ല എഴുത്തുകാരന് ഒരു കഥ എഴുതാനോ ഒരു കവിത എഴുതാനോ അധികം സമയം ആവശ്യമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല എഴുത്തുകാരൻ അല്ലാതെ നമ്മളൊക്കെ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ പുസ്തകം അല്ല ഒരു കവിത എഴുതാൻ പോവുകയാണ്, ഒരു 4-5 മണിക്കൂർ ഇരുന്നു, വീട്ടിലെ പേനയും പേപ്പറുമായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി ആ പേപ്പറും പേനയെല്ലാം എടുത്ത് എറിഞ്ഞു. അപ്പോൾ നല്ല എഴുത്തുകാരുടെ
ഒരു കവിത എഴുതാൻ അധികം സമയമൊന്നും വേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഈ സമയത്ത് വയലാർ രാമവർമ്മയെ കുറിച്ച് ഞാൻ നോക്കിയായിരുന്നു. നദി എന്ന് പറയുന്ന ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിനോട് ഒരു ഗാനം എഴുതണമെന്ന്. അതിനുവേണ്ടി ആലുവാപ്പുഴയുടെ തീരത്ത് ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ അദ്ദേഹത്തിനെ താമസിപ്പിക്കുകയും നദിക്ക് അഭിമുഖമായിട്ടുള്ള ഒരു മുറി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. രാവിലെ എല്ലാം സെറ്റപ്പ് ചെയ്ത് കൊടുത്തു. രാത്രി 6 മണിക്ക് വന്ന് സംവിധായകനും നിർമ്മാതാവും നോക്കി. കവിതയൊന്നും ആയില്ല. 10 മണിയായി. രാത്രി 11 വരെ ആയിട്ടും കഥയൊന്നും കാണുന്നില്ല. അദ്ദേഹം കസരയിൽ നല്ലോണം ഗാഠനിദ്രയിലാണ്. അദ്ദേഹം അല്പം വീശുന്ന ആളാണ്. 2 വീശിയിട്ട് പുള്ളി അവിടെ തുടങ്ങി. 12 വരെയും ഗാനം അവിടെ വന്നില്ല. എന്ത് പാട്ടാണ്. സംവിധായകനും നിർമ്മാതാവും എല്ലാം തിരിച്ചു പോയി. നേരം വെളുത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു പേപ്പർ ഇരിക്കുന്നു. അതാണ് 1000 പാദസ്വരങ്ങൾ കിളിങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി. 10, 25, 30 മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം ആ ഗാനം എഴുതിയത്. വെറുതെ എന്തെങ്കിലും നമ്മൾ എഴുതി തട്ടിക്കൂട്ടുക എന്നുള്ളതല്ല ഒരു കഥാകാരൻ്റെ ഒരു വലിയ കഴിവ്. നമുക്ക് എഴുതാനകത്തൊന്നുമില്ല, ഒരു ഹാസ്യം വേണം, അല്ലെങ്കിൽ സമൂഹത്തിന് നേർവഴിക്ക് നടത്തണം. അല്ലാതെ കുറേ മഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇവിടെ ഈ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കഥയിലേക്കും കവിതയിലേക്കും ലേഖനത്തിലേക്കൊക്കെ ശ്രീ ബാബു പാറക്കൽ കൊണ്ടിരുന്നത്. സാധാരണ നടക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അത് എഴുതുമ്പോൾ അസാധാരണത്തിൻ്റെ ഒരു ആവരണം അണിഞ്ഞ് ഒരുങ്ങി വെക്കുമ്പോഴാണ് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അത് നിർത്തുന്നില്ല. ഈ ശ്രീ ബാബു പാറക്കലിനെ സംബന്ധിച്ചോളം ഇവിടെ നട്ടൽ വളയാത്ത ഒരു എഴുത്തുകാരൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ലോകം നടക്കുന്ന അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ, ദുർഭരണത്തിനെതിരെ ഒക്കെ ശക്തമായി തൂലിക ചലിപ്പിക്കുവാൻ കഴിവുള്ള ധീരനായ എഴുത്തുകാരനാണ് അദ്ദേഹം പറയുവാൻ എനിക്ക് ആരും മടിയില്ല. ഈ നമ്മുടെ ഇടയിലേക്ക് സഭയിലുണ്ടായ തർക്കങ്ങൾക്ക് പോലും അതിൻ്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ലേഖനം. അത് എത്രമാത്രം പ്രയോജനപ്പെട്ടു, ആരെല്ലാം വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസിയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എന്നാൽ ഈശ്വരനെ ഒരു മതത്തിൻ്റെ ഉള്ളിൽ മാത്രം തളച്ചിടുമ്പോഴാണ് ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പോയി മനസ്സിലാക്കാൻ സാധിച്ചു. ക്രിസ്ത്യാനികൾ ദൈവത്തെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കുകയും ഹിന്ദുവിനെ പിടിച്ച് ഹിന്ദുക്കൾ പിടിച്ച് ഹിന്ദു ദൈവമാക്കുകയും മുസ്ലിങ്ങൾ കൊണ്ടുപോയി മുസ്ലിം ദൈവമാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് വല്ലാതെ പറഞ്ഞത്, ഈശ്വരന് ഹിന്ദു അല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവിനും ചന്ദ്രനുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള എഴുത്തുകൾ, എഴുതുന്ന എഴുത്തുകൾ സംക്ഷിപ്തമായി ഞാൻ പറയുകയാണ്. അപ്പോൾ അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ തൂലികൽപ്പിക്കാൻ കഴിവുള്ള ഒരു നിലയിൽ അദ്ദേഹത്തിന് ധാരാളം എഴുതുവാൻ അവസരം കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഉത്സവങ്ങൾ ധാരാളം ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് എഴുതുന്നു. താങ്ക് യു വെരി മച്ച്. മാത്യു സാറ്, കോരസൻജി, പി ടി പൗലോസ്ജി, സന്തോഷ് നല്ലൊരു കവിയാണ്. സന്തോഷിൻ്റെ കവിത കാണുമെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ മുന്നോട്ട് വന്നത്. എനിവേ ഇച്ചിരി കഴിഞ്ഞ ആയാലും സന്തോഷിൻ്റെ ഒരു കവിത കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ നല്ല സായാഹ്നം നമുക്ക് ഇത്രയും ഭംഗിയാക്കാൻ കേരള സെൻറ്റർ നമുക്ക് നൽകുന്ന ഈ സപ്പോർട്ട്, അതിൻ്റെ കൂട്ടത്തിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ ഈ കണ്ടുപരിചയം കേട്ടുപരിചയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് പറയത്തില്ല, ഇങ്ങനെ ഒരു പാതയിൽ നടക്കുന്നു. അത് നിങ്ങളെല്ലാവരും തരുന്ന ആ ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ തന്നെയാണ്. ഇവിടെ തന്നെ ഇപ്പം നോക്കുമ്പോൾ കഥ എഴുത്തുകാരുണ്ട്, ബുക്ക് പ്രസിദ്ധീകരിക്കുന്നവരുണ്ട്, എഴുത്തുകാർ, അതേപോലെ മൂവി പ്രൊഡ്യൂസർ, മൂവി സ്റ്റാർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇത് തന്നെ വലിയൊരു സംഭവം. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി
വി ആർ ഗ്രോയിങ് സോ ഫാസ്റ്റ്. ഇപ്പം അന്നത്തെ കാലത്ത് സ്റ്റീഫൻ ജിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി നമുക്ക് ഈ ഒരു സംഘടനയും അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും നല്ലൊരു സ്ഥാപനവും കിട്ടിയിരിക്കുന്നത് നമ്മളത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. എഴുത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പെൻ ഇസ് മൈറ്റിയർ ദാൻ സ്വേർഡ് എന്ന് പറയും. വാളിനേക്കാൾ മൂർച്ചയേറിയത് തൂലികയാണ്. ഇന്ന് നമുക്ക് ലോകത്തിൽ എഴുതി കൊണ്ടുവരേണ്ട സമാധാനങ്ങൾ ഒത്തിരി കിടക്കുന്നു. ഇപ്പം ബാബു സാറിനെ പോലുള്ള എഴുത്തുകാർ പുസ്തകം എഴുതിയിരിക്കുന്നു. റഷ്യയിലും അതേപോലെ റെയിൽ പാലങ്ങൾ, റെയിൽ ചക്രങ്ങൾ, അത് രണ്ടിൻ്റെയും കോൺസെപ്റ്റ് ഞാൻ വായിച്ചില്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ സമാധാനമില്ലാതായിരിക്കുകയാണ്. ആർക്കെല്ലാം എഴുതാൻ പറ്റുമോ, എല്ലാവർക്കും കിട്ടുന്ന ഒരു ടാലൻ്റ് അല്ല. എനിക്ക് ബാബു സാറിനോട് തന്നെ ഒന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്, ഈ ലോകത്തിൽ നമ്മൾ ഈ പറഞ്ഞ 2000 വർഷത്തിന് മുമ്പ് അവിടെ ഇടിച്ചു, ഇവിടെ കൊന്നു, ഇവിടെ തല്ലി കുഴിച്ചിട്ടു, രാജാവിനെ നാട് കടത്തി അല്ലെങ്കിൽ നാട് പിടിച്ചെടുത്തു, അങ്ങനെയുള്ള ഇത്രയും മോഡേണായിട്ടുള്ള ഒരു സിറ്റുവേഷനിലും നമ്മൾ ഈ അധോഗതിയിലാകുന്നല്ലോ. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട്സ് മിഡിൽ ഈസ്റ്റിലുള്ളവരോട് സംസാരിച്ചു. അവർ ശരിക്കും ഉറങ്ങുന്നില്ല. ബോംബ് ഇസ് ജസ്റ്റ് കമ്മിങ് ഇൻ ടു ദ നെയ്ബർഹുഡ്. അവർ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. ആഹാരം കിട്ടാനില്ല, ജോലിയില്ല, ജോലി ഉള്ളവരുടെ ജോലി സ്തംഭിച്ചു നിൽക്കുന്നു, ജോലിക്ക് പോകാൻ പേടിയായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു അന്തരീക്ഷം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ഈ ശക്തിയുള്ള എഴുത്തുകാരൻ ഇപ്പം കോരസൻ എന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ദിവസവും മനോരമയിൽ നമ്മുടെ മാത്യു സാറാണെങ്കിൽ അതിനെക്കാട്ടും പ്രഗത്ഭരായ എഴുത്തുകാരാണ്. അതേപോലെ എനിക്ക് ഉള്ള ഒരു സജഷന്, ഇത് മലയാളത്തിലാണ്, മലയാളം നല്ലതാണ്, നമുക്ക് വായിച്ച്, പക്ഷേ നമ്മൾ വി ഹാവ് ടു റൈറ്റ് ഇൻ ഓർ ട്രാൻസ്ലേറ്റ്. ഇന്നത്തെ AI ഉള്ള സിറ്റുവേഷനിൽ ഇഫ് യു ക്യാൻ ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ ടു ഇംഗ്ലീഷ്, ഇത് വളരെ ഈസി ആയിട്ട് പുസ്തകങ്ങൾ ലൈനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. സൽമാൻ റഷ്ദി ഒരൊറ്റ പ്രസ്താവന ഇറക്കിയതേ ഉള്ളൂ. He became super power. Tolstoy, he wrote some, Shakespeare. So ആ ഒരു മൊമെന്റ്, ആ ഫ്രിക്ഷനും അതേപോലെ അതുകൊണ്ടുണ്ടാകുന്ന നന്മയും നമ്മൾ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇതൊന്നും വളരെ നിസ്സാരമായിട്ട് സാറിൻ്റെ ബുക്ക് ഇനി അധികം പ്രിന്റ് ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ തേടി വരും. അതേപോലെ നമ്മളെപ്പോഴും ജർമ്മനിയിൽ ആരെങ്കിലും ഈ പറഞ്ഞ നോബൽ പ്രൈസ് വാങ്ങിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഒരു നോബൽ പ്രൈസ് അല്ലെങ്കിൽ വളരെ പുരസ്കാരങ്ങൾക്ക് നേടി എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ പ്രഗത്ഭരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. കാര്യം നമ്മൾ ഇപ്പോൾ ഈയിടെ ഞാനൊരു ബുക്ക് വായിച്ചു. ഒരു കുഞ്ഞിനെ ഉണർത്താൻ നേരത്ത് എടാ എഴുന്നേക്കെന്ന് പറയുന്നതിന് പകരം ആ കുഞ്ഞിനെ ഒന്ന് തടവി ഒരു ഉമ്മ വെച്ച് ആ കുഞ്ഞിനെ ഉണർത്തുവാണെങ്കിൽ അവൻ ആ ദിവസം മൊത്തം എനർജറ്റിക് ആയിരിക്കും. അങ്ങനെ നമ്മുടെ കൂടെ നടക്കുന്ന പ്രഗത്ഭരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വളരെ പ്രചോദനമാകും. അതേപോലെ ഞാൻ വളർന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഈ പെൻ ഇസ് മൈറ്റിയർ ദാൻ സ്വേർഡ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ നേരിൽ കണ്ടൊരു സംഭവമാണ്. മദ്രാസിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോമർ ചീഫ് മിനിസ്റ്റർ കരുണാനിധി എല്ലാ ദിവസവും എഴുന്നേറ്റ വന്ന പുള്ളി എഴുത്താണ്. എഴുതി നമ്മൾ ആ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയാലും അല്ലാതെ തന്നെ പല കാര്യങ്ങളും പുള്ളി നേടി എടുത്തു. പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പെൻ
കടലിൻ്റെ നടുഭാഗത്ത് സ്റ്റാച്ചു ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം പെൻ ഇസ് മൈറ്റിയർ ദാൻ സ്വാർഡ് എന്നുള്ള ഒരു ആശയത്തിൽ ബാബു സാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ വർഗീസ് കോറസ്, ന്യൂയോർക്കിൻ്റെ നല്ല അമേരിക്കയിലെ രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു. ഫോക്കാനയുടെ പ്രസിഡന്റ്, കലാവേദിയുടെ സ്ഥിരം രക്ഷാധികാരിയുമായ ശ്രീ ജെ മാത്യു സാർ, പിന്നെ എല്ലാ വിശിഷ്ട അതിഥികൾക്കും നമസ്കാരം. തികച്ചും ആകസ്മികമായിട്ടാണ് ഞാൻ ഒരു പുസ്തക പ്രകാശനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. കാരണം ഞാനിവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീ ബാബു പാറക്കൽ എന്നോട് പറഞ്ഞു ഒരു ആശംസാ പ്രസംഗം നടത്താൻ എന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം വാങ്ങാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിളിക്കുവേണ്ട, ഇതെന്തൊരു മായമാണ് എന്ന് വിചാരിച്ചു. താങ്ക് യു ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു വളരെ അനുഗ്രഹീതമായിട്ട് ഞാനത് കാണുന്നു. ശ്രീ ബാബു പാറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സൗഹൃദം ഉൾപ്പെടുന്ന ഒരു മനുഷ്യൻ. സംസാരിക്കുമ്പോൾ ആരാണ് എന്താണ് എന്ന് ഒന്നും പിടികിട്ടാത്തൊരു മനുഷ്യൻ. ഓക്കെ, ഇത്രയും വലിയ പുസ്തകങ്ങളും ഒക്കെ എഴുതിക്കൂട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്ന ഒരു നടപ്പാതയിൽ എന്ന് പറഞ്ഞ ഒരു സമാഹാരം എല്ലാ ആഴ്ചയിലും വരുന്നതാണ്. അതെല്ലാവരും വായിക്കണം. അത് ആധുനിക യുഗത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിൽ ഇറങ്ങിച്ചേരുന്ന രീതിയിൽ പറയുന്ന കഥകളാണ്, നടക്കുന്ന കഥകൾ. അതുപോലെയുള്ള കഥകൾ എഴുതാൻ അദ്ദേഹത്തെ ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിത് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത ഒരു 4 വരിയിലുള്ള ഒരു കവിതയെന്ന് പറയുന്നത് നമ്മുടെ കവിതയല്ല, ഇത് എഴുതിയ ഒരു ഇതാണ്. അതായത് കട്ടക്കയം ചെറിയാൻ മാപ്പിള എന്ന് പറയുന്ന വ്യക്തിയെ മിക്കവാറും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ക്രൈസ്തവ കാളിദാസൻ എന്നാണ് വിളിക്കുന്നത്. പൊട്ടക്കുളത്തിൽ പുളകൻ പണിയിന്ദ്രൻ. പൊട്ടക്കുളത്തിൽ പുളവനാണ് രാജാവ്. തട്ടും പുറത്ത് എലി കാട്ടുരാജൻ. കാട്ടാളരിൽ കാപ്പിരി കാമതൻ. കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ. അപ്പോൾ ബാബു പാറക്കലിന് ഞാൻ ന്യൂയോർക്കിൻ്റെ കാളിദാസനായിട്ട് ഉപയോഗിക്കാനാക്കി. കാരണം വളരെ ഞാൻ പറയാനിരുന്ന കാര്യമാണ് ആക്ച്വലി നമ്മുടെ KK ജോൺസൺ പറഞ്ഞത്. ഒരു ഭ്രൂണം ഒരു അമ്മയുടെ വയറ്റിൽ വളരുന്ന ആ 10 മാസക്കാലം, ആ കുഞ്ഞിനെ കുറിച്ച് ആ അമ്മയ്ക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാവും ആ കുഞ്ഞ് ആവണം. അത് ഓരോ സാഹചര്യത്തിലും എൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛനെ കൊണ്ട് വയറ്റത്ത് നോക്കി ഞാനും ചെയ്തിട്ടുണ്ട്. നെഞ്ചത്ത് വെച്ചിട്ട് ബ്രീതിങ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയും ഇതെല്ലാം ചെയ്തിട്ട് പ്രായപൂർത്തിയായി വയറിനകത്ത് കിടന്ന് പ്രായപൂർത്തിയാകുമ്പോഴാണ് പുറത്തു വരുന്നത്. അതായത് 9 മാസവും 10 ദിവസം ആകുമ്പോൾ പുറത്തു വരുന്ന ആ സമയമാണ് ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിയുന്നത്. വെറുതെ തല്ലിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഞാൻ ഈ കഥയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ 2 പുസ്തകം വായിച്ചതാണ്. പക്ഷെങ്കിൽ ആരോടും
ഞാൻ ഈ കഥയെക്കുറിച്ച് നല്ലതോ ചീത്തയോ ആണെന്ന് പറയില്ല. കാരണം നിങ്ങളത് വായിക്കും. അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം എല്ലാവരും പോകുന്നതിന് മുമ്പ് 2 പുസ്തകങ്ങൾ വാങ്ങി അത് വായിക്കണം. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അത് പ്രചോദനം ഉണ്ടാവും. നമ്മുടെ ജയമാത്യു സാർ പറഞ്ഞത്, സി രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കലയും സാഹിത്യവും ഒക്കെ നുണക്കഥയാണ് എന്ന് പറഞ്ഞത്. കലയും സാഹിത്യവും 2 തട്ടിലാണെങ്കിലും അത് തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ചിത്രരചന അതുപോലെയുള്ള ചില കഥകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള ഒട്ടുമിക്ക കലകളും സാഹിത്യവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നവയുമാണ്. അപ്പോൾ കലയെയും സാഹിത്യത്തെയും നമുക്ക് 2ആയി ചിത്രീകരിക്കാതെ ഒന്നായി ഒരു ബാലൻസിൽ 2 തട്ടിൽ വെച്ച് നമുക്കൊന്ന് നോക്കാം. കലയും സാഹിത്യവും ചേർന്ന ഒരു സമ്മിശ്ര രൂപം, അതിന് ഞാൻ കലയെന്ന് പേര് കൊടുക്കും. ആ കലയ്ക്ക് അപ്രതിരോധ്യമായ ഒരു പ്രേരണാശക്തിയുണ്ട്. ആരാലും അടിച്ചമർത്തപ്പെടുവാൻ സാധിക്കാത്ത, ആരാലും കീഴ്പ്പെടുത്തപ്പെടുവാൻ സാധിക്കാത്ത, അതുമല്ലെങ്കിൽ ആരുടെയും പ്രകോപനങ്ങൾക്ക് മുമ്പിൽ മുട്ടുകുത്താത്ത ഒരു പ്രേരണാശക്തി കലയ്ക്കുണ്ട്. അനേകം രാജ്യങ്ങളെ സ്വതന്ത്രങ്ങളാക്കി തീർത്ത കഥകൾ കലയ്ക്കുള്ളതാണ്. ലൂയി 14 പോലെയുള്ള സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരും മഹത്തായ റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം തന്നെ പരിശോധിച്ച് നോക്കിയാൽ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുകയും ചെയ്യുന്നത് ഉദ്ബോധിപ്പിച്ച ബാലഗംഗാധര തിലകൻ. ദേശീയ ഗാനം എഴുതി ആലപിച്ച രവീന്ദ്രനാഥ ടാഗോർ. ഇവരുടെയൊക്കെ ആ ആവേശത്തിൽ നിന്നും അവരുടെ തൂലികയിൽ നിന്നും മറന്നു വീണ ഗദ്യപദ്യ ശകലങ്ങൾ വായനക്കാരായ ഭാരതീയരുടെ ഹൃദയത്തിൽ ആഞ്ഞുകുത്തിയപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് യാതൊരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. കാരണം കലയ്ക്കും നമ്മുടെ കോശി സാർ വ്യക്തമായിട്ട് പറഞ്ഞു, കലയ്ക്ക് സാഹിത്യത്തിന് വളരെയധികം പ്രേരണാശക്തി നമ്മുടെ സമുദായത്തിലുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും നമ്മൾ TV വായിച്ച് TV പോലും അവർ കാണുന്നില്ല. സ്വന്തം അച്ഛൻ്റെ മുഖത്തൊരു മറുകുണ്ടെങ്കിൽ അതുപോലും അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ നമുക്കുള്ളത്. കാരണം അവരെപ്പോഴും കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അപ്പം ഈ കോശി പറഞ്ഞതുപോലെ ഇത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബെനിഫിറ്റ് ഫോർ ദി യങ് ജനറേഷൻ, ദി യങ് കിഡ്സ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ബാബു സാറ് ഇനിയും ഇതുപോലെയുള്ള കഥകൾ എഴുതുക. ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് പോലെ ഉള്ള തീക്ഷ്ണമായ രീതിയിൽ ആ കൂരമ്പുകൾ, ആ പേനയുടെ ആ മുന കൂരമ്പുകളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പതിയണം. എങ്കിൽ മാത്രമേ ഈ ലോകം ശരിയായിട്ട് വരുള്ളൂ. കാരണം ഈ ലോകത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത് പോലെയാണ്. എല്ലാവരും മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുവാൻ ബാബു സാറിനെ പോലുള്ള കലാകാരന്മാർ, സാഹിത്യകാരന്മാർ എഴുതട്ടെ, ഇനിയും എഴുതണം, വീണ്ടും വീണ്ടും എഴുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകളും നന്ദി. വളരെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാനാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി ബാബുവിനോട് സംസാരിച്ചപ്പം അസൗകര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളോട് പറയുന്നത് രാജു ഒരു വാക്ക് പറയണമെന്ന്. അപ്പം ആ കഥയെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ ഇപ്പോഴാണ് ബാക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ 30 വർഷമായിട്ട് ഒരേ ഫെസിലിറ്റി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നല്ല പരിചയമുണ്ട്. ഇതുപോലെ പല സദസ്സുകളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ തുറന്ന് പറയുവാനും ഇന്ന് വരാൻ കഴിഞ്ഞ പ്രാവശ്യം സ്നോ മൂലം നിർത്തിവെച്ച് അന്ന് വരാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഞാൻ 5 ലക്ഷക്കാലത്തേക്ക് നാട്ടിൽ പോയി. ഇപ്പം തിരിച്ചു വന്നപ്പോഴാണ് വീണ്ടും ബാബു പറയുന്നത് ഇന്നുണ്ട്. അപ്പം ആ സാഹചര്യമൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുകയാണെന്ന്. കാരണം എൻ്റെ ഭാര്യ ഇന്നലെ വീണ് കാല് ഒന്ന് പൊട്ടിയിരിക്കുക.
അവിടെ പ്ലാസ്റ്റർ പോലൊക്കെ ഇട്ടിരിക്കുക, നാളെ ഡോക്ടേഴ്സ് പോകും. അപ്പോൾ ബാബുവിനോട് പറഞ്ഞപ്പോൾ പുള്ളി പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നുകൊണ്ട് ഞാൻ ഇന്ന് കടന്നു വന്നു. കാരണം കഴിഞ്ഞ വർഷം ഇത് ഏതാണ്ട് ഈസ്റ്ററിൻ്റെ സമയത്ത് എൻ്റെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ മാത്യു സാർ ഉണ്ടായിരുന്നു, ജോർജ് ജോസഫ്, അതുപോലെ ഇരിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരെല്ലാം അറിയാം. എനിക്ക് പല സദസ്സിലും ടൈസണിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ മാത്യു സാർ ജന്മി തുടങ്ങിയ നാൾ മുതൽ ഞാൻ അതിൻ്റെ ഒരു വരിക്കാരനാണ്. എൻ്റെ അനേക കഥകൾ സാറിൻ്റെ ജന്മിയിൽ പോന്നിട്ടുണ്ട്. കോഴ്സണിൽ ഞങ്ങളുടെ കൂടെ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ ആയുഷ്കാല മെമ്പേഴ്സാണ്. അതുപോലെ PT പൗലോ സാറിനെ എനിക്ക് പരിചയമുള്ള ഞങ്ങൾക്ക് ഒന്നിച്ചൊരു അവാർഡ് ഉണ്ടായിരുന്നു. സാറിന് ഒരു ലേഖനത്തിനും എനിക്ക് കഥയ്ക്കും ജയശ്രീ പിൻഡോയ്ക്ക് കവിതയ്ക്കൊക്കെ ആയിരുന്നു. എൻ്റെ ഓഫീസ് റൂമിൽ ഇപ്പോഴും ആ പടമുണ്ട്. ഞാൻ പിക്ചർ എടുത്തുകൊണ്ട് വരണമെന്ന് കരുതിയതാണ് എടുക്കാൻ വേണ്ടി, എന്നാൽ അത് സാധിച്ചില്ല. എന്നിട്ട് ഞാൻ പറയാൻ വന്നത്, എനിക്ക് അന്ന് മിസ്റ്റർ ബാബു വർഗീസ് ഞങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹത്തോട് വളരെ കടപ്പാടുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം എൻ്റെ കഥ റിവ്യൂ ചെയ്തത്, എൻ്റെ ദൈവത്തിൻ്റെ കുറിച്ചോ എന്ന് പറഞ്ഞ ഒരു കഥ കഴിഞ്ഞ വർഷം ഈ സമയത്താണ്, ഓൾമോസ്റ്റ് ഈ സമയത്ത് ഇറങ്ങി. എൻ്റെ ബുക്ക് റിവ്യൂ ചെയ്തത് മിസ്റ്റർ ബാബു ആയിരുന്നു. 20 കഥകളും വളരെ പഠിച്ച് അന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഏതാണ്ട് 65 ക്ഷണിക്കപ്പെട്ട സദസ്സുകളായിരുന്നു. കാരണം വീഡിയോ, TV, എഴുത്തുകാരെ ഇപ്പം രാജു സാറിനോട് ചോദിച്ചു, ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന്. പക്ഷേ പെട്ടെന്നുണ്ടായതായിരുന്നു. കാരണം ആ ഈസ്റ്ററിൻ്റെ തലേ ദിവസമായിരുന്നു. പക്ഷേ ജയമാത്യു സാർ വന്നു വാങ്ങിപ്പോൾ അങ്ങനെ ധാരാളം പേര്, 65 പേരുടെ ഒരു സദസ്സായിരുന്നു. അപ്പം ബാബു ആ കഥകളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇന്ന് ആ കഥകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോഴാണ് ബാക്കിൽ നിന്ന് ആ പുസ്തകം എടുത്തുകൊണ്ട് വരുന്നത് തന്നെ. എനിവേ അദ്ദേഹത്തിൻ്റെ കഥകൾ ജീവിതഗന്ധിയായിട്ടുള്ള കഥകൾ, കാരണം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കഥകൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, ഒരു കഥ എഴുതാമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു ദിവസം ജയഹിന്ദിൻ്റെ എനിക്ക് അവാർഡ് ദാന ചടങ്ങിൽ ഞാൻ പറഞ്ഞു, എനിക്ക് 1 കിലോ സ്വർണം വെച്ചാൽ പോലും നിങ്ങൾ പറയാം ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മനസ്സിൽ കിടന്ന ഒരു തീം കിടന്ന് മനനം ചെയ്ത് ചിലപ്പോൾ അത് വർഷങ്ങൾ കഴിയുമ്പോഴാണ് പുറത്തു വരും. ചിലപ്പം വർഷങ്ങൾ പോലും അത് പുറത്തു ഇരിക്കാത്ത കഥകളുമുണ്ട്. ഞാൻ ബാബുവിനോട് പലതും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ വേദനയിലും പ്രയാസത്തിലും ഒക്കെ കഴിയുമ്പോഴാണ് ഇതുപോലൊരു നല്ലൊരു കൃതി അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഇത് 4ാമത്തെ ആണല്ലോ, 3, 4 ഒന്നിച്ച് ഇവിടെ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ആശംസ അർപ്പിക്കാൻ മാത്രം, എന്നെ കണ്ടപ്പോഴാണ് പുള്ളി എന്നോട് എന്നെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ആശംസ അർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇനിയും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കഥകൾ ഉണ്ടാകട്ടെ. ആ കഥകൾ ജീവിതഗന്ധിയായ നമ്മുടെ ചുറ്റുപാട്, എൻ്റെ കഥകളിലെല്ലാം 40 വർഷത്തെ പ്രവാസ ജീവിതമായിരുന്നു. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കഥകളൊക്കെ ഞാൻ ഏതാനും ബുക്സ് ഉണ്ട്, വിൽക്കാനൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടിയാണ്. മാത്തുക്കുട്ടിയൊക്കെ അറിയാം, മാത്തുക്കുട്ടിയൊക്കെ അന്ന് വരാൻ സാധിച്ചില്ല. എനിവേ അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ജീവിതത്തിൽ പുതിയ കഥകൾ ഉണ്ടാകട്ടെ. അത് മറ്റുള്ളവർ വായിച്ച് അവർക്ക് പ്രചോദനം കൊടുത്ത് പുതിയ തലമുറയ്ക്കൂടെ ഒരു പ്രചോദനമാകട്ടെ എന്ന് പറയുന്നു. സാർ പറഞ്ഞ പോലെ ChatGPT എൻ്റെ കഥകൾ വായിച്ച് പല പിള്ളേരും ചോദിച്ചു, അങ്ങളെ ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി തരാമോ? അപ്പം അവർ പറയുന്നുണ്ട് ChatGPT ചെയ്താൽ അത് നമ്മൾ കഥയാക്കി കിട്ടുമെന്ന്. പക്ഷേ എൻ്റെ മകനും എൻ്റെ 2 മക്കളും വാങ്ങിച്ചിട്ട്, കൊച്ചുമക്കൾ ഇനി മലയാളം പഠിച്ചിട്ട് 2 വയസ്സുള്ള അവർ മലയാളം പഠിച്ചിട്ട് അവരെ വായിച്ച് കേൾപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ മക്കൾ 2 പേരും. എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൂടെ ഒരു പ്രചോദനമായാലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനൊക്കെ പ്രത്യേകം പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നടപ്പാതയിലൂടെ എന്നുള്ള ആർട്ടുകൾ വളരെ സമകാലീനമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. കൂടുതൽ എഴുതുവാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സന്തോഷ്. ഏറ്റവും പ്രിയപ്പെട്ട ദേവാസാറ്, പ്രിയ സ്നേഹിതൻ കോരസർ, PTP സന്തോഷ് പാല, എൻ്റെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച എൻ്റെ പ്രിയ സ്നേഹിതൻ പാറക്കൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒരു വായനാശീലമുള്ള ആളൊന്നുമല്ല, ഒരു പത്രം നടത്തുന്നുണ്ട്. അതാണ് എനിക്കുള്ള ക്വാളിറ്റി. എന്നെ ഈ ഒരവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാർക്കിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആനുകാലിക കാര്യങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന ആശയമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പാറക്കൻ. ആനുകാലിക കാര്യങ്ങളെ പറ്റി അദ്ദേഹം പ്രതികരിക്കുമ്പോൾ സഭയായിക്കോട്ടെ, സംഭവമായിക്കോട്ടെ, എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹത്തിനുള്ളത്. ഞാൻ മനസ്സിൽ ഓർക്കുകയായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയെ പറ്റി. മലയാളികളെ ലോകം കാണിച്ച TV-യിലൂടെ മാധ്യമം കാണിച്ച ലോകം കാണിച്ച വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര.
അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ യാത്രാവിവരണത്തെ പറ്റി ഓർത്തപ്പോൾ അക്ഷരത്തിലൂടെ എഴുത്തിലൂടെ മലയാളികളെ ലോകം കാണിക്കുവാൻ പ്രിയപ്പെട്ട പാറക്കൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഭാവിയിലും പുസ്തകങ്ങൾ എഴുതുവാനും എല്ലാ വർഷവും ഇതുപോലെയുള്ള പുസ്തക പ്രകാശനം നടത്തുവാനും ഇടയാകട്ടെ. അതിനുള്ള ആയുഷ്മാരോഗ്യമൊക്കെ പാറക്കലിൻ്റെ പ്രിയ സേവൻ പാറക്കലിന് വലിയവനായ ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ജനുവരി 2025 ഞാൻ ഇങ്ങനെ ഇവിടെ പ്രിന്റിംഗ് മീഡിയ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട മാഷാറിനോട് പറഞ്ഞു, മാഷാറെ, അപ്പോൾ എന്നോട് മാഷാർ പറഞ്ഞു, ഫിലിപ്പേ സാഹസമാണ്. അദ്ദേഹം ഒരു 40 വർഷം മുമ്പ് ഇതെല്ലാം തുടങ്ങി കട്ടയമ്പടം മടക്കിയ ആളാണ്. എങ്കിൽ പോലും ഞാനിത് തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സ് മേടിച്ചിട്ട് അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ശ്രീ പ്രിയപ്പെട്ട ജയമാസാർ. അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഒരു പത്രം 1 വർഷവും 3 മാസമായി നടത്തുന്നു. ത്യാഗമാണ്. പരസ്യത്തിൽ കൂടെയാണ് നടക്കുന്നത്. മെയിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ചെലവ് തന്നാലും മെയിൽ അയച്ചുതരാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും എഴുത്തുകാരാണ്. നിങ്ങളുടെയൊക്കെ ലേഖനങ്ങൾ, ചെറു കഥകൾ, കവിതകൾ ഒക്കെ ചെറിയ രീതിയിൽ കൊച്ചു പത്രമാണ്. ഹാഫ് പേജിൽ കുറയാത്ത കാര്യങ്ങൾ അയച്ചു തന്നാൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. എൻ്റെ അഡ്രസ്സിൽ ഇമെയിലോ വാട്സാപ്പിലോ ഒക്കെ അയച്ചു തന്നാൽ നിങ്ങളുടെ പ്രസിദ്ധീകരണം വിത്ത് പിക്ചറോട് കൂടി ഈ പത്രത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലെ എല്ലാ കടകളിലും പള്ളികളിലും വെപ്പിക്കുന്ന പള്ളികളിലും ഒക്കെ ഇത് ഞാൻ എത്തിക്കാറുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ശ്രീ ബാബു പാറക്കലിൻ്റെ 2 പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ബാബു പാറക്കലുമായിട്ട് നീണ്ട വർഷങ്ങളായുള്ളതായ ഒരു ബന്ധമാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഈ മലയാളിയിലൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നതായ നിലവാരത്തിൽ ചിന്തിപ്പിക്കുന്നതായ ആ വിഷയങ്ങൾ വായിക്കുമ്പോൾ ആ ദിവസം രാത്രി തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും എനിക്കുണ്ടായ ആ അനുഭവവും ആ സന്തോഷവും ഒക്കെ അദ്ദേഹത്തോട് നാളുകളായിട്ട് ഞാൻ കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. വളരെ ദീർഘവീക്ഷണമുള്ളതായ ഒരു എഴുത്തുകാരൻ. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കുവാനും നമ്മളെ പിടിച്ചിരുത്തുന്ന ലെവലിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്നുള്ള നാളുകളിലും കൂടുതൽ എഴുതുവാനും ഇതുപോലുള്ളതായ വേദികൾ ഇനിയും കേരള സെൻറ്ററിൽ ഉണ്ടാകട്ടെ. എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീ സജി എബ്രഹാം. ഇനി നമുക്ക് എഴുത്തുകാരനെ കേൾക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടിയുണ്ട്. തൊട്ട് മുമ്പ് ശ്രീ പി ടി പൗലോസേട്ടന് ഒരു കാര്യം സംസാരിക്കാൻ. 1918 നമ്മുടെ കഥകളെപ്പറ്റി എല്ലാവരും പറഞ്ഞു. മഞ്ഞൾ വിരിഞ്ഞ റഷ്യയെപ്പറ്റി ആരും കാര്യമായി സംസാരിച്ചില്ലായിരുന്നു. 1918 നിക്കോളോസ് രണ്ടാമനെയും കുടുംബത്തെയും കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തവരിൽ ലെനിനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ ഞാൻ റഷ്യൻ വിപ്ലവത്തിലൊക്കെ പഠിച്ചതും പിന്നീട് കുറേ കാലം ഒരു സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനായിരുന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചതുമായ കാര്യങ്ങളാണ്. ലെനിൻ ചെയ്തവരിൽ ലെനിനും ഉണ്ടായിരുന്നു. പക്ഷേ ഉത്തരവിൻ്റെ കടലാസുകൾ അയാൾ ഒപ്പിടാതെ സ്വന്തം മകൻ രക്ഷിച്ചു. സാർ ചക്രവർത്തിമാരെ ഉന്മൂലനം ചെയ്യേണ്ടത് ബോൾഷെവിക് ഗവൺമെൻറ്റിൻ്റെ നയം കൂടിയായിരുന്നു. പിന്നീട് അയാളെ കൊന്നതിൻ്റെ കൂടെ ഭാര്യയും 4 പെൺമക്കളെയൊക്കെ കൊന്നത് എന്താണെന്ന് അറിയില്ല. ഈ ഇടയ്ക്കാണ് 1998 അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത് ഓർത്തഡോക്സ് സഭ DNA പ്രകാരം മനസ്സിലാക്കി ഓർത്തഡോക്സ് സഭ ചട്ടമനുസരിച്ച് കവറടക്കുകയാണ് ഉണ്ടായത്. ഇത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ലെനിന് ഈ കൊല നടത്തിയതിൽ അറിവില്ല എന്നാണ്. തന്നെ പൗലോസ് സാർ പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞിട്ട്
തുടങ്ങാം. 1917 ബോൾഷെവിക് റെവല്യൂഷൻ സംഭവിക്കുന്നത്. അന്ന് ലെനിനാണ് അതിന് ലീഡർഷിപ്പ് കൊടുത്തത്. അന്നത്തെ സാർ ചക്രവർത്തിമാരുടെ ദുർഭരണം അവസാനിപ്പിച്ച് കുടുംബത്തോടെ കൊല ചെയ്തു. പക്ഷെങ്കിൽ ഏറ്റവും ഒടുവിൽ അന്ന് ഭരിച്ചിരുന്ന ചക്രവർത്തിയുമായിട്ടൊരു ഡീലുണ്ടാക്കി ഒഴിഞ്ഞ് പോകാം, അവരെ കൊല്ലരുത്, അവരുടെ ഫാമിലിയെ കൊല്ലരുത് എന്ന് പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ലെനിൻ അധികാരമേറ്റത്. നിക്കോളാസിന്റെ കുടുംബം അങ്ങനെ തന്നെ അവരെ സൈബീരിയക്ക് കടത്തുകയായിരുന്നു. സൈബീരിയയിൽ കൊണ്ടുവിട്ടിട്ട് അവരവിടെ ജീവിച്ചോട്ടെ എന്നുള്ളതായിരുന്നു ലെനിൻ പറഞ്ഞിരുന്നത്. പക്ഷേ കൊണ്ടുപോയവർ അവിടെ ചെന്നിട്ട് ആ കുടുംബത്തിലെ 2 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. ഒരാൾ പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. ഇത് വ്യക്തമായിട്ട് ഞാൻ ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം എൻ്റെ ഗൈഡ് എനിക്ക് പറഞ്ഞു തന്നതും അതിൻ്റെ ഹിസ്റ്ററി പിന്നീട് റെഫർ ചെയ്തപ്പോഴും ലെനിനാണ് ആ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ആൾക്കാർ ധരിച്ചിരുന്നു. പക്ഷേ ലെനിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഇല്ലായിരുന്നു. അതാണ് സത്യം. അതൊന്ന് ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഓൾറെഡി ഇത്ര ലേറ്റ് ആയിപ്പോയി. നമുക്ക് മുഖ്യാതിഥിയായി പ്രതീക്ഷിച്ചിരുന്ന ആള് വന്നില്ല, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയി എന്ന് എനിക്കറിയാം, ക്ഷമിക്കണം. എന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടുവാൻ തക്കവണ്ണം ഈ ന്യൂയോർക്ക് എന്ന വലിയ നഗരത്തിൻ്റെ മധ്യത്തിൽ നമുക്കെല്ലാവർക്കും കൂടെ കൂടുവാൻ ഇങ്ങനെ ഒരു റൂഫ് ഇവിടെ ഉണ്ടായത് ഒരു വലിയ സംഭവമാണ്. ഇപ്പോൾ സജി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ദീർഘവീക്ഷണത്തിൻ്റെ കാര്യം. ഒരാളിൻ്റെ ദീർഘവീക്ഷണത്തോടെയാണ് ഇതിവിടെ സംഭവമായത്. അത് പറയാതെ പോയി കഴിഞ്ഞാൽ നന്ദികേടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആള് തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പോലും ഇവിടെ ഈ പ്രകാശനം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് മറ്റാരുമല്ല, നന്ദിയോടെ ശ്രീ EM സ്റ്റീഫൻ എന്ന വ്യക്തിക്ക് ഒരു വലിയ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. നമ്മുടെ മലയാളി സമൂഹത്തിന് ഒരു ഹൈലൈറ്റായിട്ട് ഇങ്ങനെ ഒരു ലാൻഡ്മാർക്ക് ഇവിടെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. പിന്നീട് പലരും അതിൻ്റെ ഭാഗവാക്കായി എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരാളുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് സാധ്യമായത്. താങ്ക് യു മിസ്റ്റർ സ്റ്റീഫൻ, താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങനെ 2 പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമായതിൽ എനിക്ക് വളരെയധികം ആൾക്കാരോട് നന്ദി പറയാനുണ്ട്. ഇത്രയും പേരിവിടെ വന്ന് കൂടിയത് തന്നെ, ഇത്രയും സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിന്, ഇങ്ങനൊരു ഉദ്യമത്തിന് എന്നെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ടും ചെയ്യുവാൻ തക്ക ഒരു ഇൻസ്പിറേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വന്നതിന് നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ ആദ്യമായി ശ്രീ സന്തോഷ് പാല MC ആയിട്ട് പ്രവർത്തിച്ചു. ഇനി ഇത്രയും ലേറ്റ് ആയി പോയെങ്കിലും എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു കവിത സന്തോഷിന് അറിയാവുന്നവർക്കറിയാം. കാരണം സന്തോഷ് ഇവിടുത്തെ അറിയപ്പെടുന്ന മലയാളികളിൽ അറിയപ്പെടുന്ന ഒരു നല്ല കവിയാണ്. നല്ല കവിയും തന്നെയല്ല, പലരും നല്ല കവിത എഴുതുമെങ്കിലും ചൊല്ലാൻ അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന് നല്ലപോലെ എഴുതുകയും ചെയ്യാം, നല്ലപോലെ കവിത ചൊല്ലുകയും ചെയ്യും. അങ്ങനെ അത്ര പ്രശസ്തമായ ഒരാളാണ്. ഇവിടെ ജസ്റ്റ് MC-യുടെ ചുമതല മാത്രം എടുത്ത് നിന്നേ ഉള്ളൂ. കാരണം മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സന്തോഷത്തോട് പറഞ്ഞു, ഞങ്ങൾ അത്ര ക്ലോസ് ആയതുകൊണ്ട് അദ്ദേഹം എഗ്രി ചെയ്തു. അതിനൊപ്പം തന്നെ ശ്രീ ജെ മാത്യു സാറിനെ ഇവിടെ അറിയാൻ മേലാത്ത ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനനിയുടെ പത്രാധിപർ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മലയാളം സ്കൂൾ നടത്തുന്നു വർഷങ്ങളായി. നമ്മുടെ ഇളം തലമുറക്കാർക്ക് മലയാളം അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ട്, അധികം അങ്ങനത്തെ. എന്നാൽ അവരെ മലയാളം എഴുതാനും വായിക്കാനും പോലും പഠിപ്പിച്ച് നമ്മുടെ ഭാഷയ്ക്ക് ഒരു ഉത്തേജനം കൊടുക്കുവാൻ, അതിൻ്റെ ഒരു പ്രചാരണത്തിന് വേണ്ടിയിട്ട് അകമഴിഞ്ഞ് ഇത്രയധികം വർഷങ്ങൾ ചെലവഴിച്ച് അതിനുവേണ്ടി സമയം കണ്ടെത്തിയ ജെ മാത്യു സാർ ഇന്ന് ഇവിടെ മുഖ്യ അതിഥിയായി
നേരത്തെ ആ ഫ്ലയറിലൊക്കെ അടിച്ചതുപോലെ അധ്യക്ഷ സ്ഥാനമായിരുന്നു. വേറൊരാള് മുഖ്യാതിഥിയായി വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ചില സാഹചര്യങ്ങൾ പെട്ടെന്നുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ മുഖ്യാതിഥിയായി ജെ മാത്യു സാറിന്റെ പ്രവർത്തന മണ്ഡലം വളരെ വിപുലമാണ്. ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല, കാരണം ഒത്തിരി ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ വിളിച്ചപ്പോൾ തന്നെ അത് ഏറ്റെടുക്കുകയും ഇവിടെ വന്ന് ഈ രാത്രിയാണെങ്കിലും ഇച്ചിര ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജോൺസൺ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വരാനൊക്കെ സഹായിച്ചു. അപ്പം ജെ മാത്യു സാറിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് ശ്രീ കോരസനാണ്. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു. കോരസനെ അറിയാത്തവർ ഇവിടെ ആരുമില്ല. അദ്ദേഹത്തിന് ഓൾറെഡി ഇതിനകം തന്നെ 1-2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി വാൽക്കണ്ണാടി എന്ന ഒരു മാധ്യമത്തിൽ കൂടി സമകാലീനമായ കാര്യങ്ങളിൽ ഇടപെടുകയും പലപ്പോഴും TV-യിലെ ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ശക്തമായ ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്ത് സമൂഹത്തെ നേർവഴിക്ക് കൊണ്ടുപോകാനായിട്ട് വളരെയധികം വിമർശനാത്മകമായ ലേഖനങ്ങൾ എഴുതി ആ രീതിയിൽ ഭാഷയെ സഹായിക്കുന്ന ശ്രീ കോർസൻ വർഗീസിനോടും നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. അടുത്ത ശ്രീ പൗലോസ് സാറാണ്. ശ്രീ PT പൗലോസ് ഇവിടുത്തെ സർഗവേദിയുടെ കോർഡിനേറ്ററാണ്. സർഗവേദി കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുമ്പേ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കേരള സെന്റർ ഉള്ളത് കൊണ്ടാണ് സർഗവേദി എന്നൊരു കുഞ്ഞിവിടെ ഉണ്ടായതും അത് ഇത്രയും പോഷമായിട്ട് വളർന്നതും ഈ റൂഫിന്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ പൗലോസ് സാറ് ഇങ്ങനെ ഒരു മീറ്റിംഗ് സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ കൂടുവാൻ തക്കവണ്ണം സന്മനസ് കാണിച്ചതിനും പങ്കെടുത്തതിനും ഇത്രയധികം അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യുന്നതിനും വളരെ വളരെ നന്ദി. ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളുടെ ആ തുടക്കം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ഇത്രയധികം സഹായിച്ച ശ്രീ പൗലോസ് സാറിന് നന്ദി. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ PT പൗലോസ് എന്നയാള്. അല്പം നിരീശ്വരവാദമൊക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിനെ വിമർശിക്കുന്ന കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യമില്ലാതെ നല്ല സുഗമമായിട്ട് എഴുതുന്നുണ്ട്. ഈശ്വരവിശ്വാസം കപടഭക്തിയാണെന്നുള്ള ഒരു പോയിന്റ് വളരെ സത്യമായ ഒരു നഗ്നസത്യം അത് അദ്ദേഹം പലപ്പോഴും എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് മാത്രം. അത് വളരെ നന്ദിയാണ്. ശ്രീ പൗലോസിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇവിടെ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ആൾക്കാര്, അതുപോലെ ശ്രീ ജോർജ് സാമുവല് ആദ്യത്തെ പ്രതി ബുക്കിന്റെ സ്വീകരിച്ചു. അദ്ദേഹം 80s ഒടുവിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ച ആളാണ്. എൻ്റെ ബ്രദറിലോ ആണ്. അതായത് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത്തരം പ്രായാധിക്യത്തിലും ഇവിടെ വന്ന് ഇതിൽ സഹകരിക്കുകയും അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുകയും ചെയ്ത ശ്രീ ജോർജ് സാമുവലിനെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ശ്രീമതി മറിയാമ്മ സാമുവലുണ്ട് കൂടെ, ഉണ്ടാതെ പോയതല്ല. ഇനിയുള്ളത് ശ്രീ അജിത് നായർ. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് അത്യാവശ്യമായിട്ടുണ്ട്, പോകേണ്ടി വന്നു. ശ്രീ ജയൻ KC, KK ജോൺസനെ പറ്റി ഒരു വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അദ്ദേഹം ഇവിടുത്തെ സാഹിത്യകാരന്മാരിൽ തലയെടുപ്പുള്ള ഒരാളാണ്. പൊക്കം കൂടിയോണ്ട് മാത്രമല്ല, എന്നെക്കാട്ടി പൊക്കമുണ്ടെന്നുള്ളതല്ല, സാഹിത്യത്തിൽ തലയെടുപ്പുള്ള ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. അത് കവിതയായാലും ലേഖനങ്ങളായാലും മലയാളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സാഹിത്യകാരന്മാരുടെയും പ്രിയ സുഹൃത്തു കൂടിയാണ്. അങ്ങനെ മലയാള ഭാഷയ്ക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ശ്രീ അലക്സ് എസ്തപ്പാൻ ഇവിടുത്തെ കേരള സെന്ററിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ സഹകരണം കൊണ്ടാണ് ഇതിവിടെ സാധ്യമായത്. ശ്രീ എസ്തപ്പാന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ശ്രീ ജോസ് ചെരിപുറം, രാജു തോമസ്, ഇവരൊക്കെ ഇവിടുത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരും കവികളും ലേഖനങ്ങളും നോവലും ചെറുകഥകളും ഒക്കെ എഴുതുന്നവരാണ്. എല്ലാവരെയും ഇൻഡിവിജ്വലി എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോവാണ്. പിന്നെ ശ്രീമതി നവീസ ഫാദി ഇവിടെ വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുവാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷം. മുമ്പേ പറഞ്ഞതുപോലെ ഈ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം സമുദായത്തിൽ
ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റേത്. പൊതുവെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, മുസ്ലിം സമുദായത്തിനെ പറ്റി ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് ഉണ്ട്. എന്നാൽ എൻ്റെ ഒരു നോവലിലെ ഏറ്റവും നല്ലൊരു കഥാപാത്രം എന്ന് പറയുന്നത് മുസ്ലിം ആണ്. അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം നന്മ ചെയ്ത സമയം കിട്ടുമ്പോൾ ഞാൻ നമുക്ക് തരാമെന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വരുവാനും പരിചയപ്പെടാനും ബുക്കുകളെ പറ്റി സംസാരിക്കാനും സാധിച്ചതിൽ നന്ദി. താങ്ക് യു സോ മച്ച്. അതുപോലെ മോൻസി കൊടുമൺ ശക്തമായ ലേഖനങ്ങൾ എഴുതുന്ന ഒരാളാണ്. മോൻസി ശക്തമായ ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അത് എക്കും ബുക്കും നോക്കാതെ പുള്ളി എഴുതിക്കളെ ആരുടെ കണ്ണു കഴുത്തിന് വെട്ടുന്ന കൂട്ടത്തിലാണ്. താങ്ക് യു സോ മച്ച്. ആരോടും പ്രത്യേകിച്ച് ഒരു പ്രിയമോ വിദ്വേഷമോ ഇല്ലാതെ സധൈര്യം എഴുതുന്ന മോൻസി. പിന്നെ കോശി തോമസിനെ അറിയാത്ത ആരുമില്ല. കോശി തോമസ് ഇവിടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒരു നക്ഷത്രമാണ്. മുന്നോട്ടും അങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും തന്നെ ഇവിടുത്തെ നായർ ബെലവൻമെന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ ഇവിടെ താൾ എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയപത്നി ശ്രീമതി വത്സ ഗ്രേസ് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. വത്സ ആ മൂവിയിൽ അഭിനയിക്കുകയും ചെയ്തതാണ്. എൻ്റെ ഷോർട്ട് ഫിലിമിലെ നായികയാണ്. അതുകൂടി പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പിന്നെ രാജു ചെറുമണ്ണിൽ പ്രത്യേകമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. രാജു ചെറുമണ്ണിൽ അതുപോലെ തന്നെ നല്ലൊരു ചെറുകഥാകൃത്താണ്. 20 കഥകളുടെ ഒരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പറയുന്നില്ല. വളരെ നല്ലൊരു സാഹിത്യകാരനാണ്. പിന്നെ ഫിലിപ്പ് മഠത്തിൽ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പത്രത്തിൻ്റെ തന്നെ എല്ലാ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ അതുപോലെ സജി അബ്രഹാം ഇവിടെ സജി അബ്രഹാം ഫോമായിലും പിന്നെ കേരള സമാജത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടായി. ഞങ്ങൾ വർഷങ്ങളായിട്ട് അറിയുന്നവരാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. പിന്നെ ഒരാളെ പറ്റി പറയാതെ ഞാനിത് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയല്ല. അതുപോലെ മാത്തുക്കുട്ടി ഈശോ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഇത് ഈ ആശംസാ പ്രസംഗം സജി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സമാജത്തിൻ്റെ കെയർ ഓഫിൽ മാത്തുക്കുട്ടി ഈശോ എഴുതി വെച്ചിരുന്നു. അപ്പം ഇനി ഒരാളെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതൊക്കെ എഴുതുന്നത് ഞാൻ ഈ ജോലിക്കിടയിൽ എഴുതുന്ന വീട്ടിൽ വന്നിരുന്ന് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം എഴുതാൻ തുടങ്ങുമ്പം അന്നേരം എഴുതിയില്ലെങ്കിൽ ശരിയാകത്തില്ല. പിന്നെ ചില ഫ്ലോ അനുസരിച്ച് എഴുതി പോയില്ലെങ്കിൽ അതിനിടയ്ക്ക് വിഘ്നം വന്നാൽ പിന്നീട് നമുക്ക് ചിലപ്പോൾ കാച്ചപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. എന്നാൽ ചില സാഹചര്യങ്ങൾ ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ വളരെയധികം ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കൺവാട്ടം കണ്ട് അത് ഇട്ടുപിടിക്കുന്ന നമ്മളെ ആത്മാർത്ഥമായിട്ട് ഇതിന് പ്രചോദനം നൽകി സഹായിക്കുന്ന എൻ്റെ പ്രിയപത്നി ലവ്ലി, പറയാതിരിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സോ മച്ച്. അതുപോലെ ബോബി, എൻ്റെ ഒരു പുത്രൻ, പുള്ളി മലയാളം നല്ലതുപോലെ സംസാരിക്കും, പക്ഷെ എഴുതാനും വായിക്കാനും അറിയത്തില്ല. എന്നാൽ എൻ്റെ കഥകൾ വായിച്ചിട്ടൊന്നുമില്ല, പക്ഷേ കഥകളെ പറ്റിയൊക്കെ അറിയാം. കാരണം ഞാൻ എഴുതുകയോ അല്ലെങ്കിൽ പത്രത്തിൽ വരുമ്പോൾ വായിക്കുകയോ എല്ലാം ചെയ്താൽ അവിടെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് ചില വാക്കുകൾ അവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിക്കും, ആ വാക്ക് ശരിയാണോ ഉപയോഗം? ഞാൻ ചോദിച്ചു, നിനക്ക് ഇതിനെപ്പറ്റി എന്തോ അറിയാവുന്ന? അപ്പോൾ പുള്ളി ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയും, അതിനേക്കാട്ടിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇതല്ലയോ എന്ന്. അങ്ങനെ പറയാൻ മക്കളൊന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. അവരെ കൊണ്ടുകൂടാണ് ഇത് മേഡ് ഇറ്റ് പോസിബിൾ ആക്ച്വലി. അതുകൊണ്ട് അതിന് പ്രത്യേകം നന്ദി. വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്, കഴിച്ചിട്ടേ പോകാവൂ. അതിനു മുമ്പേ ശ്രീ സന്തോഷിൻ്റെ ഒരു കവിതയുണ്ട്. സന്തോഷിനോട് പ്രത്യേക നന്ദി. വന്നിരിക്കുന്ന എല്ലാവരോടും ആയിരം നന്ദി. അതുപോലെ ബുക്കുകൾ അവിടെ ഇരിപ്പുണ്ട്. ബുക്കുകൾ എല്ലാവർക്കും കൊണ്ടുപോകാം. നിങ്ങൾക്ക് പൈസ തരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെങ്കിൽ എന്തെങ്കിലും തരികയാണെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഷാജിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഷാജി എൻ്റെ ഷോർട്ട് ഫിലിമിലെ ഒരു ഇത് വന്നപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. ആ മൂവി പോസിബിൾ ആയത് ഷാജിയെ കൊണ്ട് മാത്രമാണ് തുടക്കം. അതുകൊണ്ട് ഇപ്പം പുതിയൊരു മൂവിയിലേക്ക് ഷാജി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പല മൂവികളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ല, ഇവിടുത്തെ മലയാളി സമൂഹത്തിൽ മറ്റാരെക്കാളും വളരെയധികം അറിയപ്പെടുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും നമ്മളുടെ സഹകരണത്തിന് താങ്ക് യു സോ മച്ച്. പ്രത്യേകം നന്ദി. ഏത് സമയത്ത് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സമയമുണ്ട് നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ. അത് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. തോറ്റ കുട്ടി, തോറ്റുപോയ പരീക്ഷയിൽ തോറ്റുപോയ കുട്ടി. തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി, തൊട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്കു കുടയും കൊടുത്തു, തുണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു. തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി, തൊട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു, കാറ്റിലേക്കു കുടയും കൊടുത്തു, തുണ്ടു പെൻസിലെറിഞ്ഞു കളഞ്ഞു, കണ്ട കാട്ടുവഴിയിൽ നടന്നു. തൊട്ടു മെല്ലെ വിളിച്ചപ്പോൾ തോന്നി, തൊട്ടടുത്തു പിറകിൽ നിന്നാരോ. തൊട്ടു മെല്ലെ വിളിച്ചപ്പോൾ തോന്നി, തൊട്ടടുത്തു പിറകിൽ നിന്നാരോ. തിത്തിരി പക്ഷി മൂളിയതാവാം, കൊച്ചു തുമ്പയോ മൈനയാവാം. തിത്തിരി പക്ഷി മൂളിയതാവാം, കൊച്ചു തുമ്പയോ മൈനയോ ആവാം. കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ച് കാട്ടിലേക്കവൻ ചെന്നുപോൽ. പിന്നെ പൂത്ത മുല്ലതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി. പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവികളാരം. കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ച് കാട്ടിലേക്കവൻ ചെന്നുപോൽ. പിന്നെ പൂത്ത മുല്ലതൻ സൗരഭം നീന്തും കാറ്റവനൊരു പാട്ടുപോൽ തോന്നി. പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരുവികളാരം. രാത്രി നക്ഷത്ര വിസ്തൃതാകാശം, രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നിർത്തിവച്ചൊരു പുസ്തകമായി. किसी को मेरा शौक है, किसी को मेरा है नशा, जवानी कहते हैं मुझे, है मेरे आशिक हर जगह। किसी को मेरी हसरत, किसी की मैं हूँ दिलरुबा, मुझे